എ വെരി ബിഗ് ഹായ് ഫ്രം ടോപ്പ് ട്യൂഷൻ. ടോപ്പ് ട്യൂഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി. ആദ്യം നമ്മൾ നോക്കുന്നത് ആൻസർ ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ വൺ വേർഡ് ടൈപ്പ്, ഫൈനലി ലെറ്റസ് അസസ് സെക്ഷൻ. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ വർക്ക്. വർക്ക് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ്. ദിവസേന നമ്മൾ പല പല വർക്ക് ചെയ്യുന്നുണ്ട്. ഇയാൾ ഒരു ട്രോളിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു വർക്കാണ്. ഇനി ഫിസിക്സിൻ്റെ ഡെഫിനിഷനിൽ എന്തൊക്കെയാണ് വർക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ: ഗിവൺ ഫിഗേഴ്സ് ഡെപിക്ട് ആക്ടിവിറ്റീസ് ഫെമിലിയർ ടു us in our daily life. Analyze the situation and complete the table. ഈ ആക്ടിവിറ്റീനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. നമുക്ക് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ആക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഏത് ഒബ്ജക്റ്റിലാണ് ഇയാൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ കേസിൽ ലോഡ്. ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഓബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ. നെക്സ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ആ മൂവ്മെൻറ്റ് സംഭവിക്കുന്ന ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണോ. ഈ 3 കാര്യങ്ങളും ഓരോ ആക്ഷനും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത ആക്ഷൻ നോക്കൂ. ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. ഈ ബോയ് ഒരു പാറ തള്ളാൻ ശ്രമിക്കുകയാണ്. അതെന്തായാലും മൂവ്മെൻറ്റ് പോസിബിൾ അല്ലല്ലോ, തള്ളി നീക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റോക്കിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്. മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. മൂവ്മെൻറ്റ് സംഭവിക്കുന്നുമില്ല. ഇതിൻ്റെ സെയിം ഡയറക്ഷനിലാണോ? അതും നോ. ദെൻ ഇയാൾ ട്രോളി തള്ളിക്കൊണ്ടിരിക്കുക. ഈ സിറ്റുവേഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ട്രോളിയിലാണ്. ട്രോളിക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. യെസ്. അത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണോ? യെസ്. ഇനി അടുത്തത് ഒരാൾ ലോഡ് തള്ളി വെച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൾ നടക്കുന്നുമില്ല, ലോഡിനൊന്നും മൂവ്മെൻറ്റ് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് ലോഡിലേക്കാണ്. ഇനി അതിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്, മൂവ്മെൻറ്റ് സംഭവിക്കുന്നില്ല. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ടേബിൾ ഫില്ല് ചെയ്തു. ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ് വെയർ വർക്ക് ഈസ് ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ് വെയർ വർക്ക് ഈസ് നോട്ട് ഡൺ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 4 സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഈ 4 എക്സാമ്പിളിലും എവിടെയൊക്കെയാണ് വർക്ക് ഡൺ എന്ന് ഫിസിക്സിൻ്റെ ടേംസിൽ ഒരു ജോലി ചെയ്തു എന്ന് എവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, ജോലി ചെയ്തില്ല എന്ന് ഏതിനൊക്കെയാണ് ഫിസിക്സിൻ്റെ ടേംസിൽ വരുന്നത് നമുക്ക് നോക്കാം. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഒരു വർക്ക് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആ അപ്ലൈ ചെയ്ത ഒബ്ജക്റ്റിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കണം. ആ മൂവ്മെൻറ്റ് ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിൽ ആയിരിക്കണം. ആ 2 സിറ്റുവേഷനിലാണ് വർക്ക് നടന്നു എന്ന് പറയുന്നത്. സിറ്റുവേഷൻസ് നമ്മൾ ഈ 4 എക്സാമ്പിളിൽ എവിടെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? ലോഡിങ് എ ഗുഡ് ഓൺ എ ലോറി. ഈ മനുഷ്യൻ ലോറിയിൽ ഗുഡ്സ് ലോഡ് ചെയ്യാൻ പോകുന്നു. ഇതൊരു പോസിറ്റീവായിട്ട് വർക്ക് ഡൺ സിറ്റുവേഷനാണ്. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഇയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒബ്ജക്റ്റിലാണ്. അത് മേളിലേക്കാണ്. ആ ഒബ്ജക്റ്റ് മേളിലേക്ക് തന്നെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒബ്ജക്റ്റിൽ, ആ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ മൂവ്മെൻറ്റ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒരു വർക്ക് ഡൺ നടന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ്റെ എക്സാമ്പിളാണ് ഇത്. അടുത്ത എക്സാമ്പിൾ എ ട്രോളി ബീങ് പുഷ്ഡ്. ഈ സിറ്റുവേഷനും സിമിലർ, സെയിം തിങ് തന്നെയാണ് ഇത്. നെക്സ്റ്റ് സിറ്റുവേഷൻസ് വെയർ വർക്ക് ഈസ് നോട്ട് ഡൺ. വർക്ക് നടന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? ഒരു കുട്ടി ഈ വലിയൊരു പാറ തള്ളാൻ ശ്രമിക്കുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ വർക്ക് നോട്ട് ഡൺ സിറ്റുവേഷനാണ്. അടുത്തത് ഒരു മനുഷ്യൻ തലയിൽ ലോഡ് വെച്ചിട്ട് ഇരിക്കുന്നത്. ഇതും ഒരു വർക്ക് നോട്ട് ഡൺ സിറ്റുവേഷനാണ്. ബിക്കോസ് ഇയാളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഇതിന് മൂവ്മെൻ്റ് ഇല്ല. അയാൾ ഈവൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നോട്ട് ഡൺ സിറ്റുവേഷനാണ്. ഈവൻ അയാൾ ഒരു ഹൊറിസോണ്ടൽ സ്ഥലത്ത് കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മേളിലേക്കാണ്. ഇയാളുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലല്ല. അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ ഹൊറിസോണ്ടലി തന്നെയാണ് ഈ ലോഡ് നീങ്ങുള്ളൂ.
ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കാരണം ഒരു മാൻ തലയിൽ ലോഡും വെച്ചിട്ട് നടന്നാലോ അല്ലെങ്കിൽ വെറുതെ നിന്നാലോ വർക്ക് നോട്ട് ഡൺ സിറ്റുവേഷന് എക്സാമ്പിളാണ്. അത് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് സെക്ഷൻ മെഷർ ഓഫ് വർക്ക്. വർക്ക് എത്രമാത്രം ചെയ്തു എന്നുള്ളത് എങ്ങനെ അളക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Question: What are the key factors influencing the work done of an object moved along a horizontal floor? Explain with a suitable example. ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിൽ കൂടെ ഒബ്ജക്റ്റിനെ തള്ളി വിടുമ്പോൾ അതിൽ എത്ര വർക്ക് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഫാക്ടേഴ്സാണ്. ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിൽ കൂടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 2 ഫാക്ടേഴ്സാണ് അതിൻ്റെ വർക്ക് ഡൺ എത്രയാണ് ചെയ്തതെന്ന് തീരുമാനിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു അറ്റൻഡർ പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുപോവാണ്, വീൽ ചെയറിൽ കൂടെ കൊണ്ടുപോവാണ്. ഇതിനകത്ത് ഈ അറ്റൻഡർ എത്ര വർക്ക് ചെയ്തു എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യത്തേത് ഫോഴ്സ് ഈസ് ദ ഫാക്ടർ. വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ ഫോഴ്സ് ആണ്. എക്സാമ്പിൾ: വെൻ ആൻ അറ്റൻഡർ മൂവ്സ് എ പേഷ്യൻറ്റ് ഇൻ എ വീൽ ചെയർ എലോങ് എ വരാന്ത. എലോങ് എ വരാന്ത എന്ന് പറഞ്ഞത് അത് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണെന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിലുള്ള വർക്ക് ഡണ്ണിനെ എന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ എലോങ് എ വരാന്ത. മോർ വർക്ക് ഈസ് നീഡഡ് ഇഫ് ദ പേഷ്യൻസ് വെയിറ്റ് ഈസ് ഹയർ. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, തിന്നായിട്ടുള്ള പേഷ്യൻറ്റിനെ ഉന്തി കൊണ്ടുപോകുന്ന അത്ര ഈസിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഹെവിയർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അവിടെ ഫോഴ്സാണ് ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അറ്റൻഡർ ഈ വീൽ ചെയറുമേ എത്ര ഫോഴ്സ് കൊടുക്കണം, അത് കൂടുന്തോറും അവർ ചെയ്യുന്ന പണി വർക്ക് ഡൺ കൂടി എന്നാണ് പറയുന്നത്. അത് കൂടാൻ കാരണം എന്തുകൊണ്ടാണ് ഈ കൂടുതൽ ഫോഴ്സ് ഈ അറ്റൻഡർ ഈ വീൽ ചെയറിന് കൊടുക്കേണ്ടി വരുന്നത്? വെയിറ്റ് കൂടുതലാണ്. ഇയാളുടെ വെയിറ്റ് കൂടുമ്പോൾ വീൽ ചെയർ ഫ്ലോറിൽ കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് വീൽ ചെയറിന് കിട്ടുന്നത് കൂടുതലായിരിക്കും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് ഈ അറ്റൻഡർ കൊടുത്താൽ മാത്രമാണ് വീൽ ചെയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ഇതുമോട്ട് കിട്ടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. ഇൻ ടേൺ കൂടുതൽ ഫോഴ്സ് അറ്റൻഡർ അപ്ലൈ ചെയ്താൽ മാത്രമാണ് വീൽ ചെയർ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഫോഴ്സ് കൂടുക എന്നർത്ഥം അറ്റൻഡർ കൂടുതൽ പണി ചെയ്യേണ്ടി വന്നു, വർക്ക് ഡൺ കൂടി. When an object is moved along a horizontal floor, the work done is primarily to overcome the frictional force. ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഓവർകം ചെയ്യേണ്ടത്. When the weight of the object increases, the frictional force from the floor also increases, requiring more force to overcome it. ആ കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. ദിസ് ഇൻ ടേൺ ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഈ അറ്റൻഡർ കൂടുതൽ പണി ചെയ്തു. ഫോഴ്സ് ഈസ് ദ കീ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ വർക്ക് ഡൺ ഹിയർ. അപ്പോൾ ഫോഴ്സ് കൂടുന്നതാണ് വർക്ക് ഡൺ കൂടുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ. ഇനി വർക്ക് ഡണ്ണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സാമ്പിൾ: an attender needs to do more work to move an object over a greater distance. കുറച്ച് ദൂരമല്ല, കൂടുതൽ ദൂരമാണ് ഈ പേഷ്യൻസിനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ പ്രൊപ്പോർഷണലി എന്തായാലും കൂടുതലായിരിക്കും. മോർ വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഓവർ എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. കൂടുതൽ അകലേക്ക് കൊണ്ടുപോകാൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ കീ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ വർക്ക് ഡൺ ഹിയർ. അപ്പോൾ ഈ കേസിൽ കൂടുതൽ ദൂരേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള കാരണമാകുന്നത്. അതായത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഒരു തറനിരപ്പിൽ കൂടെ ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുന്നതിന് പോകുമ്പോൾ എത്ര വർക്ക് ചെയ്തു എന്ന് തീരുമാനിക്കുന്ന 2 ഫാക്ടറാണ്. ഒന്നാമത്തേത് ഫോഴ്സ്, രണ്ടാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ: ഹൗ ഇസ് ദ വർക്ക് ഡൺ മെഷേർഡ്? വർക്ക് ഡൺ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ മെഷർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പഠിച്ചു. ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് പുഷ് ചെയ്യുമ്പോൾ വർക്ക് ഡണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, ഒന്ന് ഫോഴ്സും ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റും ആണെന്ന് മനസ്സിലാക്കി. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്ക് ഡൺ ഈസ് മെഷേർഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്.
ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. വർക്ക് ഡൺ നടന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം, ആ മൂവ്മെൻറ്റ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കണം. അത്ര സിറ്റുവേഷനിലാണ് വർക്ക് ഡൺ ആയെന്ന് പറയുന്നത്. ഇനി ആ വർക്ക് ഡൺ മെഷർ ചെയ്യുന്നത് ആ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടാണ് വർക്ക് ഡൺ കാണുന്നത്. ഇഫ് എഫ് ഈസ് ദ ഫോഴ്സ് കണ്ടിന്യൂസ്ലി അപ്ലൈഡ് ഓൺ എ ബോഡി, എഫ് എന്നുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. എസ് മീറ്റർ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റ് എസ് മീറ്റർ മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ ബോഡി, ആ ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർക്ക് ഡൺ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എഫും എസും ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. ഇനി യൂണിറ്റ് എന്താണ്? ഇത് യൂണിറ്റ് ഓഫ് വർക്ക്, യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മീറ്റർ ആണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ എന്നാണ് വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ്. അതിനെ പറയും ജൂൾ. എസ് ഐ യൂണിറ്റിൽ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ജൂൾ. വാട്ട് ഈസ് 1 ജൂൾ? ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂൾ എന്ന് പറഞ്ഞാൽ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ആണല്ലോ. അപ്പോൾ 1 ജൂൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഒബ്ജക്റ്റ് ഒരു മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് വരുത്തിയാൽ അതിനു വേണ്ടി എത്രമാത്രം വർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നോ അതാണ് 1 ജൂളിന് കണക്കാക്കുന്നത്. ഒബ്ജക്റ്റിൽ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്ക് എത്ര കിട്ടും? ആ വർക്കാണ് 1 ജൂൾ എന്ന് വരുന്നത്. 1 ജൂളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇഫ് എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ an object and the object is displaced 1 meter in the direction of the force. 1 meter ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ 1 meter ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. ദെൻ ദ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് 1 ജൂൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്മേൽ നടന്ന വർക്കിൻ്റെ എമൗണ്ട് ആണ് 1 ജൂൾ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഈസ് 1 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 1 meter. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് 1 into 1, ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ജൂൾ. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് 1 meter ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയാൽ ആ ഒബ്ജക്റ്റിന്മേൽ നടന്ന വർക്കിൻ്റെ എമൗണ്ട് ആണ് 1 ജൂൾ. ഇതുവരെ നമ്മൾ നോക്കിയത് ഒരു ഒബ്ജക്ട്സ് അത് ഹൊറിസോണ്ടൽ ലെവലിൽ മൂവ് ചെയ്യുമ്പോൾ എത്രമാത്രം വർക്ക് ഡൺ നടന്നു കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് നോക്കണ്ടേ ഒബ്ജക്ട്സ് കുറച്ച് ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞാൽ ആ അത്തരം സിറ്റുവേഷനിൽ എത്രമാത്രം വർക്ക് ചെയ്തു എന്നൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത്, അത്തരം ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഒബ്ജക്റ്റ് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഉയർത്തി h മീറ്റർ ഹൈറ്റിലേക്ക് പൊക്കി, m ആണ് ഇതിൻ്റെ വെയ്റ്റ്. ഈ കേസിലുള്ള വർക്ക്. ഹൗ ഇസ് ദ വർക്ക് ഡൺ മെഷേർഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്? ഈ ഒബ്ജക്റ്റ് ഇത്രയും ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കേസിൽ എത്രമാത്രം വർക്ക് ഡൺ നടന്നു എന്ന് എങ്ങനെയാണ് കണക്കാക്കുന്നത്? വി നോ വർക്ക് ഡൺ ഈസ് മെഷേർഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വർക്ക് ഡൺ നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ m കിലോഗ്രാം ഉള്ള ഒരു മാസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് അതും അപ്ലൈഡ് ആകുന്ന ആ ഫോഴ്സ് എത്രയായിരിക്കും? F is equal to mg ന്യൂട്ടൺ ആണ്. ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവൽ 0 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ h ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഒബ്ജക്റ്റിനുണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഹൈറ്റ് ആണ്. ഇനി വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എഫ് എം ജി ആണെന്നറിയാം, എസ് എന്നുള്ളത് എച്ച് ആണ്. വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ്, ദാറ്റ് ഈസ് എഫിന് പകരം എം ജി, എസിന് പകരം എച്ച്. സോ എം ജി എച്ച് ന്യൂട്ടൺ മീറ്റർ, ദാറ്റ് ഈസ് എം ജി എച്ച് ന്യൂട്ടൺ മീറ്റർ ഈസ് നത്തിങ് ബട്ട് എം ജി എച്ച് ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ജൂൾ തന്നെയാണ്. ഇനി വർക്ക് ഡൺ ഓൺ ലിഫ്റ്റിംഗ് ദ ഒബ്ജക്റ്റ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് Newton meter or joule. Question:
Calculate the quantity of work required to lift an object of mass 100 gram to a height 1 meter. ഒരു 100 ഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ 1 മീറ്റർ ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള എത്ര വർക്ക് ഡൺ ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ജി 10 ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസി കാൽക്കുലേഷന് വേണ്ടി ചിലപ്പോൾ നമ്മളോട് 9.8 പകരം 10 ഉപയോഗിക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ദെൻ മാസ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എടുത്തെഴുതിയാൽ മാസ് 100 ഗ്രാം, അതിനെ ഗ്രാമിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കണം. 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. 100/1000 0.01 കിലോഗ്രാം. ഹൈറ്റ് തന്നിട്ടുണ്ട് 1 മീറ്റർ. ജി 10 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡബ്ല്യു വർക്ക് ഡൺ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു mgh. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്റർ. ഇത്തരം വർക്കാണ് 100 ഗ്രാം വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ് 1 മീറ്റർ ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ എടുക്കേണ്ട വർക്ക് ഡൺ. ക്വസ്റ്റ്യൻ: എ ബാരൽ ഓഫ് മാസ് 50 kilogram ഈസ് ടു ബി ലോഡഡ് ടു എ ലോറി. ലോറീസ് പ്ലാറ്റ്ഫോം ഈസ് അറ്റ് 2 meter ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. ആൻസർ ദ ഫോളോയിങ്. ഒരു ലോറിയുടെ പ്ലാറ്റ്ഫോം 2 മീറ്റർ ഹൈറ്റാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ളത്. 50 kg മാസാണ് നമുക്ക് ലോറിയിൽ കയറ്റേണ്ടത്. അതിന് ഇതിൻ്റെ വർക്ക് ഡൺ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ ദ ബാരൽ ഈസ് ലോഡഡ് ഓൺ ടു ദ ലോറി. എത്രയാണ് വർക്ക് ഡൺ? മാസ് വന്നിട്ടുണ്ട് 50, ഹൈറ്റ് 2, ജി, ഡബ്ല്യു ഇസ് ഈക്വൽ ടു mgh. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1000 ജൂളാണ് ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി if it is rolled on to a height 2 meter using an inclined plane of 5 meter. നമ്മൾ ഈ കേസിൽ സ്ട്രെയിറ്റ് ആയിട്ട് മേലേക്ക് 2 മീറ്റർ ഉയർത്തുകയാണ് ചെയ്തത്. അതിൻ്റെ വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കണേ ഇതിന് പകരം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിൻ്റെ 5 മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു പ്ലെയിനിൽ കൂടെ ഈ ലോഡ് കയറ്റാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ഡണിൽ വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: while lifting a load through an inclined plane, the force is applied against gravity. നമ്മൾ സ്ട്രെയിറ്റ് പൊക്കുമ്പോൾ ഈ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സിമിലർ ആയിട്ട് തന്നെയാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഒബ്ജക്റ്റ് ഉയർത്തുമ്പോൾ കേസിലും ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്കാവുന്നത്. ആ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് മാത്രമാണ് നോക്കുന്നത്. ഈ ഏത് പാത്തിൽ കൂടെയാണോ മൂവ് ചെയ്യുക എന്നുള്ളത് റെലവൻ്റ് അല്ല. ദ വെർട്ടിക്കൽ ഹൈറ്റ് റീച്ച് അറ്റ് 2. ഈ പാത്തിൽ കൂടെ മൂവ് ചെയ്താലും അതെത്തുന്ന പൊസിഷൻ 2 മീറ്റർ വെർട്ടിക്കൽ ഹൈറ്റിൽ തന്നെയാണല്ലോ. അപ്പോൾ ഈ വെർട്ടിക്കൽ ഹൈറ്റ് മാത്രമാണ് ഇവിടെ റെലവൻ്റ് ഉള്ളൂ. ഏത് പാത്തോ അല്ലെങ്കിൽ എത്ര ലെങ്ത് ഉള്ള പാത്തോ എന്നുള്ളത് ഈ വർക്ക് ഡണ്ണിനെ അഫക്റ്റ് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഡബ്ല്യു ഇസ് ഈക്വൽ ടു mgh. അവിടെ എച്ച് തന്നെ സെയിം, ഈ കേസിലും എച്ച് തന്നെയാണ്. ഈ എസ് എന്നുള്ളത് ഈ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷനിൽ എസ് ഇല്ല, ഇവിടെ എച്ച് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത് രണ്ട് കേസിലും 2 മീറ്റർ തന്നെയാണ്. സെയിം വർക്ക് തന്നെ ഇവിടെ നടക്കും. ഡസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഓഫ് ദ മോഷൻ? ഇല്ല, നമുക്ക് മനസ്സിലായല്ലോ. ഈ കേസിലുള്ള സെയിം വർക്ക് ഡൺ തന്നെയാണ് ഈ പാത്തിൽ കൂടെ മൂവ് ചെയ്തപ്പോഴും വരുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് പാത്തിനെ അത് മാറ്റർ ആക്കില്ല. The work done against the gravity depends only on the vertical height, not the path taken. W is equal to mgh. വെർട്ടിക്കൽ ഹൈറ്റിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgh. എച്ച് എന്നുള്ളത് വെർട്ടിക്കൽ ഹൈറ്റ് ആയിരിക്കും രണ്ട് കേസിലും. വെൻ ദ ഒബ്ജക്റ്റ് ഇസ് ലിഫ്റ്റഡ് സ്ട്രെയിറ്റ് അപ്പ് ഓർ an inclined plane. വെർട്ടിക്കലി സ്ട്രെയിറ്റ് അപ്പ് ആയാലും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെയുള്ള മൂവ്മെൻ്റ് ആയാലും ഏത് ഹൈറ്റിൽ റീച്ച് ചെയ്യുന്നോ അപ്പോൾ സെയിം ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് എന്താണ്? വർക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിലുള്ള വർക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ്? വെർട്ടിക്കലി ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് പഠിച്ചു. നെക്സ്റ്റ് നമ്മുടെ സെക്ഷൻ നെഗറ്റീവ് വർക്ക്. ക്വസ്റ്റ്യൻ: എ ചൈൽഡ് പുള്ളിങ് എ ബോക്സ് കെപ്റ്റ് ഓൺ എ ടേബിൾ. ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ഫോഴ്സ് is given. Complete the table and answer the given questions. ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്മേൽ 4 ഡിഫറെൻറ്റ് ഫോഴ്സസ് ആണ് ആ ബോക്സിൻ്റെ മേൽ അപ്ലൈ ചെയ്ത് നോർമൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഈ പി ഡി ഡയറക്ഷനിൽ കുട്ടി വലിക്കുന്ന ഫോഴ്സ്.
കുട്ടി ഈ ഡയറക്ഷനിൽ വലിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് PB ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് AP ഡയറക്ഷനിലും, അതിന് ഈക്വലൻ്റ് ഓപ്പോസിറ്റായിട്ട് ഈ ടേബിൾ ബോക്സിൻ്റെ മേലയിൽ CP ഫോഴ്സും കൊടുക്കും. അങ്ങനെ ഒരു 4 ഫോഴ്സാണ് ഒരു സിറ്റുവേഷനിൽ ഈ ബോക്സിൻ്റെ മേലെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മളോട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ്, കുട്ടി വലിക്കുകയാണ്, പുള്ള് ചെയ്യുകയാണെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ PD. നെക്സ്റ്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ AP താഴേക്കുള്ളത്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, PB ആണ് ഓപ്പോസിറ്റുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ദെൻ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബോക്സ്, ടേബിൾ ബോക്സിൽ കൊടുക്കുന്നത് CP. അതെല്ലാം ഫില്ല് ചെയ്തു. നെക്സ്റ്റ് ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ബോക്സ് മൂവ്, കുട്ടി ഇങ്ങോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ മൂവ്മെൻറ്റ് എന്തായാലും നമ്മൾ വലിക്കുന്ന ഡയറക്ഷനിലായിരിക്കുമല്ലോ. നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. അതായത് PD ആണ് ബോക്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഡിഡ് ദ ബോക്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്, ഏത് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്? കുട്ടി കൊടുത്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ, കുട്ടി കൊടുത്ത ഫോഴ്സിൻ്റെ ആ ഡയറക്ഷനിലാണ് ബോക്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. എഗെയിൻസ്റ്റ് വിച്ച് ഫോഴ്സ് ഡിഡ് ദ ബോക്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്, ഏത് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റിലായിട്ടാണ് ആ മൂവ്മെൻറ്റ് നടന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സിന്, എഗെയിൻസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്. Next question, why did the force of gravity and the force applied by the table does not cause a displacement of the box? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ ടേബിൾ ബോക്സുമേ കൊടുക്കുന്ന ഈ 2 ഫോഴ്സുകളും എന്തുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും സംഭവിക്കാതിരുന്നത്? കാരണം these two are equal and opposite forces acting on the same object and cancels out. ഈ സെയിം ബോക്സുമേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വരുമ്പോൾ ഈ 2 ഫോഴ്സും ക്യാൻസൽ ഔട്ടാണ്. അതുകൊണ്ടാണ് അതിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഈ ഇക്വിലിബ്രിയം ഈ സിറ്റുവേഷനിൽ ഈ APയും CPയും, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ടേബിൾ അപ്വേർഡ് കൊടുക്കുന്ന ഈ ഫോഴ്സും ക്യാൻസൽ ഔട്ടാവും. ഈ കുട്ടി വലിക്കുന്ന ഫോഴ്സ് ഉണ്ടാകും ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ ഫ്ലോറിൻ്റെ ഫ്രിക്ഷൻ അനുസരിച്ചിട്ട് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ കുട്ടി കൊടുക്കുന്ന ഫോഴ്സ് കൂട്ടി വരുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി വരുന്നുണ്ടാവും. എന്നിട്ട് ഒരു ലെവലായി കഴിയുമ്പോൾ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, അതിനെ ഓവർകം ചെയ്യുന്ന കൂടുതൽ ഫോഴ്സ് ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയാൽ കുട്ടി വലിക്കുന്ന ഡയറക്ഷനിൽ ബോക്സ് മൂവ് ചെയ്യും. അതല്ല, ഈ ബോക്സ് ഭയങ്കര ഹെവിയാണ്, ആ ഹെവിനെസ് കൂടുമ്പോഴേക്കും കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുമ്പോൾ ഈ കുട്ടിക്ക് അത്രമാത്രം ഫോഴ്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ജയിച്ചു. ഫ്രിക്ഷണൽ ഫോഴ്സാണ് കൂടുതലുള്ളത്, നമുക്ക് മൂവ്മെൻറ്റ് നടത്താൻ പറ്റില്ല. ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്ത് ഉള്ള ഫോഴ്സ് നമ്മൾ കൊടുത്താൽ മാത്രമേ ഇനി മൂവ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. Question. Describe the work with suitable example. Differentiate between the positive work and the negative work. വർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുക, അത് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും എന്താണെന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക. നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ബോക്സ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു. 4 ഫോഴ്സാണ് ആ ബോക്സിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ബോക്സിൽ ടേബിൾ കൊടുക്കുന്ന ഈ ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ്. അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു ജനറൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഈ 2 ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോയിരിക്കുന്നു. അപ്പോൾ ആ ഫോഴ്സ് ഇപ്പോൾ ബോക്സിൻ്റെ മേലെ നമുക്ക് കാൽക്കുലേഷനിൽ ഉണ്ടാവുകയില്ല. ഇനി ഈ D ഫോഴ്സാണ് കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഓപ്പോസിറ്റിലുള്ള ഈ B ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ കുട്ടിക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ് എങ്കിൽ ഈ വെയിറ്റ് അനുസരിച്ചിട്ട് കൊടുക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് ഈ കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് നടക്കും. അല്ല, ഈ ബോക്സിൻ്റെ വെയിറ്റ് നല്ല ഹെവിയാണ്, അപ്പോൾ അതനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും കൂടി നിൽക്കുക. അതിനെ ഓവർകം ചെയ്യാനുള്ള വെയിറ്റ് ഫോഴ്സ് കുട്ടി കൊടുത്തില്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ജയിച്ചു, ബോക്സിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ നിലവിലെ സിറ്റുവേഷൻ. ഇവിടെ ഏതാണ് പോസിറ്റീവ് വർക്ക്, ഏതാണ് നെഗറ്റീവ് വർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പോസിറ്റീവ് വർക്ക്, വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, വി ക്യാൻ സേ ദാറ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് ഡൺ സം വർക്ക് ഓൺ ദ ഒബ്ജക്റ്റ്.
ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഒബ്ജക്റ്റിനെ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് ആ ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു പോസിറ്റീവ് വർക്ക് ചെയ്തു എന്ന് പറയും. ഈ കേസിൽ കുട്ടിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് കൊടുത്തു, ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റിയാൽ ആ കുട്ടി അപ്ലൈ ചെയ്ത ഫോഴ്സ് ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു പോസിറ്റീവ് വർക്ക് നടത്തി. ഇനി നെഗറ്റീവ് വർക്ക് എന്താണെന്ന് നോക്കൂ. If the displacement of the object is in the opposite direction of the force, the work done is negative. Displacement ആ ഒരു പെർട്ടിക്കുലർ ഒരു ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെയാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഈ കേസിൽ കുട്ടി പുൾ ചെയ്തപ്പോൾ ബോക്സ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റിലാണ് ബോഡി മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്തിരുന്ന പണി നെഗറ്റീവ് വർക്ക് എന്ന് പറയും. When an object is pulled, the displacement is in the opposite direction of the frictional force. So, the work done by the frictional force is negative. അപ്പോൾ ഈ കുട്ടി വലിച്ച ഇത് പോസിറ്റീവ് വർക്ക് ചെയ്തു, ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗറ്റീവ് വർക്ക് ചെയ്തു. ഇനി ഈ രണ്ട് ഫോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയണോ? വേണ്ട. നോ വർക്ക് ഈസ് ഡൺ ബൈ ദ അപ്വേർഡ് ഫോഴ്സ് ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിക്കോസ് ദേ ക്യാൻസൽസ് ഈച്ച് അതർ. രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ഓൺ ഫോഴ്സസ് ഒരു സെയിം ഒബ്ജക്റ്റിൻ്റെ മേലെ നടക്കുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ഈ ബോക്സ് വരുന്നില്ല പിന്നെ. അപ്പോൾ പിന്നെ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ: write down whether the work is positive or negative in each of the following situations. വർക്ക് ഡൺ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. ഒരു സ്റ്റോൺ മേളിലേക്ക് എറിയണ സിറ്റുവേഷൻ. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഫോഴ്സ്, അതിൻ്റെ ഈ സ്റ്റോണിൽ ഗ്രാവിറ്റി കൊടുക്കുന്ന ആ ഫോഴ്സ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ്. കാരണം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് മേളിലേക്ക് ഒരു സ്റ്റോൺ എറിയുമ്പോൾ സ്റ്റോണിൻ്റെ മൂവ്മെൻറ്റ് അപ്വേർഡാണ്, ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ഡയറക്ഷൻ ഡൗൺവേർഡാണ്. അപ്പോൾ നെഗറ്റീവ് വർക്കാണ് ഗ്രാവിറ്റി ഈ സ്റ്റോണിൽ നടക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ ദ സ്റ്റോൺ ഇസ് ത്രോൺ അപ്വേർഡ്. അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ സ്റ്റോൺ എറിയാൻ വേണ്ടി കൊടുക്കുന്ന ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അത് എങ്ങനെയാണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? സ്റ്റോണിൽ കൊടുക്കുന്ന ആ ഫോഴ്സ് അത് പോസിറ്റീവാണ്. അപ്വേർഡ് ഫോഴ്സാണ് നമ്മൾ അപ്വേർഡായിട്ട് മേളിലേക്ക് സ്റ്റോൺ എറിയാൻ കൊടുക്കുന്നത്. സ്റ്റോൺ മേളിലേക്ക് പോകുമ്പോൾ ഡയറക്ഷൻ സെയിം ആണ്, അപ്പോൾ പോസിറ്റീവ് വർക്കാണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ക്രെയിൻ ഓൺ ദ ഒബ്ജക്റ്റ് വൈൽ ലിഫ്റ്റിംഗ് ഇറ്റ്. ലിഫ്റ്റ് ചെയ്യണ സമയത്ത് ഒരു ക്രെയിൻ ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്തിൽ ആ ക്രെയിനിൻ്റെ ജോലി അത് പോസിറ്റീവാണോ നെഗറ്റീവാ? പോസിറ്റീവ്. ബിക്കോസ് ക്രെയിൻ മൂവ്മെൻറ്റ് ഫോഴ്സ് കൊടുക്കുന്ന അപ്വേർഡാണ്, ലിഫ്റ്റ് ചെയ്യണത് അപ്വേർഡാണ്, അപ്പോൾ പോസിറ്റീവ് വർക്കാണ് നടക്കുന്നത്. നെക്സ്റ്റ്: ദ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ബൈ ദ ക്രെയിൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. അതായത് ലിഫ്റ്റിംഗ് നടത്തി ആ ഹൈ പൊസിഷനിൽ എത്തിച്ചു. ഇനി മൂവ്മെൻറ്റ് നടക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ലിഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത സിറ്റുവേഷൻ. ആ കേസിൽ ക്രെയിൻ ഒബ്ജക്റ്റിന് കൊടുക്കുന്ന വർക്ക് എങ്ങനത്തെ ആയിരിക്കും? നെഗറ്റീവ്. ബിക്കോസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. താഴേക്ക് ഫോഴ്സ് പക്ഷേ അപ്ലൈ ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ നടക്കുന്നില്ല. അപ്പോൾ അത് നെഗറ്റീവിന് എക്സാമ്പിളാണ്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഫോൾസ് ഡൗൺ. കോക്കനട്ട് താഴേക്ക് വീഴുന്ന സമയത്തിൽ ഗ്രാവിറ്റി കൊടുക്കുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഗ്രാവിറ്റി താഴേക്കാണ്, കോക്കനട്ട് താഴേക്കാണ് വീഴുന്നത്, രണ്ട് ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ പോസിറ്റീവ് വർക്കാണ് ഗ്രാവിറ്റി ഈ കേസിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ സൂപ്പർ മാർക്കറ്റ് എ ഷോപ്പർ pushes a trolley to a distance of 16 meter by applying a force 95 Newton continuously. Calculate the work done. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിളാണ്. നമുക്ക് ഡിസ്റ്റൻസ് എന്താ തന്നിരിക്കുന്നത്? 16 മീറ്റർ, ഫോഴ്സ് 95 ന്യൂട്ടൺ.
ഹോറിസോണ്ടൽ ഈ മൂവ്മെൻറ്റിൽ വർക്കിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എഫ് ഇൻറ്റു എസ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 95 ഇൻറ്റു 16 1520 ജൂൾ. Our next section, energy. What are different forms of energy that you are familiar with? നമുക്ക് പരിചയമുള്ള കുറച്ച് എനർജികൾ ഏതൊക്കെയാണ്? ഫോംസ് ഓഫ് എനർജി. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി: ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഹീറ്റ് ഓർ തേർമൽ, ലൈറ്റ്, കെമിക്കൽ, ന്യൂക്ലിയർ, സൗണ്ട്. ഈ തരം എനർജി എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എനർജി? ഹൗ ഈസ് എനർജി മെഷേർഡ്? വാട്ട് ഈസ് ദ യൂണിറ്റ്? ഹൗ ഈസ് ജൂൾ റിലേറ്റഡ് ടു കിലോ കാലറി? എനർജി എന്നാൽ എന്ത്? എനർജി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. എനർജി നമ്മൾ കാര്യം എനർജി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആയി. പക്ഷേ അത് എങ്ങനെയാണ് എനർജി മെഷർ ചെയ്യുന്നത്? എനർജി മെഷർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനർജി എബിലിറ്റി ടു ഡു വർക്കാണ്, വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ്. അപ്പോൾ ആ എനർജി വെച്ച് എത്ര വർക്ക് ചെയ്തു എന്ന് മെഷർ ചെയ്തിട്ട് നമ്മൾ വർക്കിൻ്റെ മെഷർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആ എനർജി വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ എത്ര എനർജി ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ എനർജി വെച്ച് എത്ര വർക്ക് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എനർജി കാൽക്കുലേറ്റഡ് ആയല്ലോ. അങ്ങനെ വർക്ക് മെഷർ ചെയ്തിട്ടാണ് എനർജി മെഷർ ചെയ്യുന്നത്. അതിന് എബിലിറ്റി ഓഫ് ഡൂയിങ് വർക്ക്, അതിനാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? വെൻ വി ഡു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു വർക്ക്. സോ എനർജി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വർക്ക്. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എനർജിയാണ് വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുന്ന ആ വർക്കിന് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എനർജി മെഷർമെൻറ്റ് പറയുന്നത്. എനർജിയുടെ യൂണിറ്റ് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. വർക്കിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും എനർജിയുടെ വരുന്നത്. അത് യൂണിറ്റ് ഓഫ് എനർജി, യൂണിറ്റ് ഓഫ് വർക്ക് ജൂള് തന്നെയാണ് SI യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഈസ് ജൂൾ റിലേറ്റഡ് ടു കിലോ കാലറി? കിലോ കാലറി എന്ന് പറഞ്ഞാൽ ഈ കാലറിയുടെ 1000 ടൈംസിലുള്ള കിലോ കാലറി. അത് ഫുഡിൻ്റെയൊക്കെ കാലറി നമ്മൾ സാധാരണ പറയുന്ന കിലോ കാലറിയിലാണ്. നമ്മൾ പഠിച്ചു 1 കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. 4.2 ജൂളാണ് 1 കാലറി. അപ്പോൾ 1 കിലോ കാലറി എന്ന് വെച്ചാൽ 4.2 ഇൻറ്റു 1000. സോ 4200 ജൂളാണ് 1 kilocalorie. Question: the quantity of energy contained in a ripe mango is approximately 840 kilojoule. ഒരു പഴുത്ത മാങ്ങയുടെ എനർജി പറഞ്ഞിരിക്കുന്നത് 840 കിലോജൂൾ ആണ്. അത് കാലറിയിൽ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എനർജി ഓഫ് മാംഗോ നമുക്ക് തന്നിരിക്കുന്നത് 840 കിലോജൂൾ ആണ്. അതിനെ നമുക്ക് ജൂളിലേക്കാക്കിയാൽ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ജൂളിലേക്കാക്കി. ഇനി 1 കാലറി ഇസ് ഈക്വൽ ടു 4.2 ജൂളാണ്. 4.2 ജൂളിനെയാണ് നമ്മൾ ഒരു കാലറി ആകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് ആദ്യം കാണാം. 1 ജൂൾ എന്ന് പറഞ്ഞാൽ ഇതിനെ 4.2നെ താഴെ ഇക്വേഷൻ്റെ ഈ സൈഡിൽ കൊണ്ടുപോകാൻ 1/4.2 ജൂൾ 1/4.2 കാലറി ആകുമ്പോഴാണ് ഇത് 1 ജൂൾ ആകുന്നത്. അപ്പം നമുക്ക് 1 ജൂൾ എത്ര കാലറിയാന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ഇത്രയും ജൂള് എത്രയാണെന്നാണ്. അപ്പോൾ 840 കിലോ ജൂൾ ഇസ് ഈക്വൽ ടു 1 ജൂള് ഇത്രയാണ്. അപ്പോൾ 840 കിലോ ജൂൾ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ ഈ 1/4.2നെ. അതാണ് ഈ കാൽക്കുലേഷൻ. 840 ഇൻറ്റു 1000 ഇൻറ്റു 1/4.2 ദാറ്റ് അത്രയും കാലറിയാണ്. ആൻസർ കിട്ടും 2 lakh കാലറി. പൊട്ടൻഷ്യൽ എനർജി. What is potential energy? What are the classifications of potential energy? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അത് ഇരിക്കുന്ന പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. എക്സാമ്പിൾ, നമ്മളൊരു ഹൈറ്റിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോൺ അത് താഴേക്ക് വരുമ്പോഴേക്കും അത് എവിടെയെങ്കിലും കൊണ്ടല്ല അതിനെ എന്തെങ്കിലും ഡാമേജ് വരുത്താൻ പറ്റുന്നത് ആ ഹൈറ്റിലിരുന്ന ആ സ്റ്റോണിനൊരു എനർജി ഉണ്ട്. അത് പൊട്ടൻഷ്യൽ എനർജിയാണ്.
ഡാമിലേക്കുള്ള വെള്ളം ആ ഹൈറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഹൈറ്റിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിനുള്ള ആ എനർജി, അതൊക്കെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളാണ്. ഇനി വേറൊരു തരത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി പറയുവാണെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്പ്രിങ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ മാറ്റിയാൽ സ്പ്രിങ് തെറിച്ചു പോകും. ബിക്കോസ് കംപ്രസ്ഡ് ഫോമിലായിരിക്കുന്ന ആ കോൺഫിഗർ ചെയ്തിരിക്കുന്ന കംപ്രസ്ഡ് ഫോമിലേക്ക് കോൺഫിഗർ ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിൽ വരുന്ന ഒരു എനർജി, ആ എനർജിയും പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. അപ്പം നമുക്ക് നോക്കാം. Potential energy is the energy possessed by object due to their position or configuration. പൊസിഷൻ വെച്ചിട്ടോ കോൺഫിഗറേഷൻ വെച്ചിട്ടോ ഒരു ഒബ്ജക്റ്റിന്മേൽ ഉണ്ടാകുന്ന എനർജിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ക്ലാസിഫിക്കേഷൻ 2. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, എക്സാമ്പിളാണ് റിസർവോയറിൽ ഡാമിലെല്ലാം ഉള്ള വെള്ളം, ഉണ്ടാകുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ, എക്സാമ്പിൾ ആരോയിന് സ്ട്രെച്ച്ഡ് ബോ, ഒരു സ്ട്രെച്ച്ഡ് ബോയിൽ നിൽക്കുന്ന ആരോയ്ക്ക് ഉണ്ടാകുന്ന ഒരു എനർജി. ഈ സ്ട്രെച്ച്ഡ് കണ്ടീഷനിൽ ഈ ആരോയിൽ ഉണ്ടാകുന്ന ആ എനർജി കോൺഫിഗറേഷൻ വഴിയായിട്ടാണ് ഉണ്ടായത്. അത് പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ ഈ സ്ട്രെച്ച്ഡ് കണ്ടീഷൻ, സ്ട്രെച്ച്ഡ് വേയിൽ നമ്മളിതിനെ കോൺഫിഗർ ചെയ്യാതെ വെറുതെ സിമ്പിളായി വെച്ചിരിക്കുന്ന ആരോയിൽ ആ എനർജി ഇല്ല. അതായത് ഈ കോൺഫിഗറേഷൻ വന്നിട്ട് വരുന്ന എനർജിയാണ് ആരോയിലുള്ളത്. അങ്ങനെ കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒബ്ജക്റ്റിന് എനർജി ഡെവലപ്പായി വന്നാൽ അതും കോൺഫിഗറേഷൻ വഴിയുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഡ്യൂ ടു പൊസിഷൻ, ഡ്യൂ ടു കോൺഫിഗറേഷൻ. രണ്ടിൻ്റെയും എക്സാമ്പിളും പഠിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻ സ്യൂട്ടബ്ലി ഓൺ ദ ബേസിസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അക്വയർഡ്. നമ്മൾ ഇപ്പോൾ നോക്കി, പൊട്ടൻഷ്യൽ എനർജി 2 തരത്തിലുണ്ട്: പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ഇതിനകത്ത് ഏതൊക്കെ സിറ്റുവേഷനാണ് പൊസിഷൻ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി? ഇത് നോക്കൂ, ഇത് ഹൈറ്റിലുള്ള കോക്കനട്ടിന് അതിന് ഒരു എനർജി ഉണ്ടാവും ബിക്കോസ് ഓഫ് പൊസിഷൻ. അപ്പോൾ ഇത് പൊസിഷന് എക്സാമ്പിളാണ് ആണ്. എനർജി പൊസസ്ഡ് ബൈ ദ കോക്കനട്ട് ഓൺ ദ കോക്കനട്ടിൽ പൊസിഷൻ വെച്ചിട്ടുള്ളതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, എനർജി പൊസസ്ഡ് ബൈ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഹൈറ്റിൽ വെച്ചിരിക്കുമ്പോൾ അതിന് ഒരു പൊസിഷൻ വെച്ചിട്ടുള്ള എനർജി, അത് പൊസിഷൻ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. ഇനി ഡ്യൂ ടു കോൺഫിഗറേഷൻ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ ഒരു എക്സാമ്പിളാണ് കംപ്രസ്ഡ് സ്പ്രിങ്. നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ സ്പ്രിങ്ങിൽ എനർജി ഡെവലപ്പ് ചെയ്യും. അത് കോൺഫിഗറേഷൻ വഴി ഡെവലപ്പ് ചെയ്ത ആ എനർജി പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷന് എക്സാമ്പിളാണ്. നമ്മൾ കൈ മാറ്റി കഴിയുമ്പോഴേക്കും സ്പ്രിങ് തെറിച്ച് പോകുമല്ലോ. അപ്പോൾ അത് ആ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ്റെ എക്സാമ്പിളാണ് ഇത്. ഇനി നെക്സ്റ്റ്, എനർജി ഇൻ ദ പോൾ വാട്ട് ഡ്യൂ ടു ഇറ്റ്സ് ബെൻഡിങ് ഡ്യൂറിങ് ദ പോൾ വാട്ട് ജമ്പ്. പോൾ വാട്ട് ജമ്പിൽ ഇങ്ങനെ ഈ സ്ട്രെച്ച് സിറ്റുവേഷനിലാകുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എനർജിയും അത് കോൺഫിഗറേഷൻ വഴിയുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. ഹൗ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പൊസിഷൻ. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എനർജി മെഷർ ചെയ്യുന്നത് ആ എനർജി വെച്ചിട്ട് എത്ര വർക്ക് ഡൺ ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. ഒരു ഒബ്ജക്റ്റ്, താഴെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു h മീറ്റർ ഹൈറ്റിലേക്ക് നമുക്ക് ഉയർത്തണമെങ്കിൽ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ക്രെയിൻ വർക്ക് ചെയ്യേണ്ടത്. കാരണം ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിനേലും ഇതിൽ ഗ്രാവിറ്റി കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് നമുക്ക് കൊടുത്താൽ മാത്രമേ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്മേൽ ഉള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് m ആണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്മേൽ ഉണ്ടാകുന്ന ഫോഴ്സ് mg ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ വെച്ചിട്ടാണ്. വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ ഫോഴ്സ് ഉള്ളത് നമ്മൾ ഇത് mg ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ ഉയർത്തി എന്നുള്ളതാണ്, അത് h, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഈസ് ഈക്വൽ ടു the quantity of work done on the object against the gravity. ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എത്ര വർക്ക് നമ്മൾ ചെയ്യണം, അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഫോർ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് m kept at height h, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല F ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്
ഈ ഹൈറ്റിൻ്റെ കേസിലാവുമ്പോഴേക്കും ഫോഴ്സ് എന്ന് പറയുമ്പോൾ mg, എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈറ്റ്. സോ mgh ജൂളാണ് പൊട്ടൻഷ്യൽ എനർജി ഓൺ ഓഫ് ഓബ്ജെക്റ്റ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ഹൈറ്റ്. Question. An object of mass 50 kg is lifted to a height 8 meter from the ground. Answer the given questions. 50 kg ഉള്ള മാസ് 8 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്തി. Question. What is its potential energy when it is on the ground? ഗ്രൗണ്ടിൽ ആയിരുന്നപ്പോൾ എന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കുമല്ലോ. ആൻസർ. അറ്റ് ഗ്രൗണ്ട് ലെവൽ the ground level is commonly taken as the reference. So the potential energy at the ground level is typically assumed to be 0. Potential energy ground level 0 ആയിരിക്കും. ഹൈറ്റ് 0 ആണല്ലോ. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഹൈറ്റ് 0 ആകുമ്പോൾ എന്തായാലും പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ 0 ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ദ ബോഡി ഈസ് അറ്റ് 8 മീറ്റർ. 8 മീറ്ററിലേക്ക് ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും? mgh വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൈറ്റ് 8 ആണ്, മാസ് 9.8 ആണ് ജി എടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. 50 × 9.8 × 8 3920 ജൂളാണ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഹൈറ്റ് 8 മീറ്റർ. നെക്സ്റ്റ് സെക്ഷൻ കൈനറ്റിക് എനർജി. What is kinetic energy? What are the factors influencing kinetic energy? Kinetic energy എന്നാൽ എന്ത്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അത് മൂവ്മെൻറ്റിലായിരിക്കുമ്പോൾ, മോഷനിലായിരിക്കുന്ന ആ ഒബ്ജക്റ്റിന് ഡെവലപ്പായി വരുന്ന ഒരു എനർജി, അതിനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മൂവിങ് കാറ് നിർത്തിയിട്ടിരിക്കുമ്പോൾ അതിന് വെറുതെ പോയി നമ്മളെ ഹിറ്റ് ചെയ്തോ അങ്ങനെ ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഒരു മൂവിങ് കാറാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് മോഷൻ, അതിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എനർജി ആ കാറിൽ ഡെവലപ്പ് ചെയ്ത് വരും. അതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി രണ്ട് കാര്യങ്ങൾ ഈ കൈനറ്റിക് എനർജീനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്നാമത്തത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ്, ആ മാസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാകും അതിൽ. ഈ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവിയർ മാസ് മൂവ് ചെയ്ത് വന്ന് കൂടുതൽ കൈനറ്റിക് എനർജിയോടുകൂടി വന്നപ്പോൾ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കാനായിട്ട് പറ്റി. അതായത് മാസ് കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടിരിക്കും. ഇനി വെലോസിറ്റി ഓഫ് മോഷനാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണല്ലോ കൈനറ്റിക് എനർജി. ആ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ആ വെലോസിറ്റി നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ടൊർണാഡോയുടെ കേസിൽ ഇതിൻ്റെ വെലോസിറ്റി ഭയങ്കര ഹൈ ആണ്, അപ്പോൾ ഇതിലുള്ള കൈനറ്റിക് എനർജി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സാണ് കൈനറ്റിക് എനർജീനെ അഫക്റ്റ് ചെയ്യുന്നത്, മാസ് ഓഫ് ദ ഒബ്ജക്റ്റും വെലോസിറ്റി ഓഫ് മോഷനും. കൈനറ്റിക് എനർജി മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ക്വസ്റ്റ്യൻ. ഹൗ ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഒബ്ജക്റ്റ് മെഷേർഡ്? ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന എനർജിയാണ്. എനർജി മെഷർ ചെയ്യുന്നത് വർക്ക് എത്രമാത്രം അതിന് ചെയ്യാൻ പറ്റിയെന്ന് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കൈനറ്റിക് എനർജി എങ്ങനെ മെഷർ ചെയ്യാം നോക്കൂ. വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു FS. നമ്മൾ എഫിന് according to Newton's second law of motion, F is equal to ma. W is equal to work is equal to Fs. ഈ എഫിന് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma ആണ്. F is equal to ma. അപ്പോൾ അത് എഫിന് പകരം ma സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് MAS എന്നായി ഇപ്പോൾ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ചെയ്യാനുണ്ട്. നമുക്കറിയാം v² is equal to u² plus 2as. ഈ u ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ v² is equal to 2as എന്നായി. v² is equal to 2as എന്നായാൽ AAS, ഈ ഇവിടെയുള്ള ഈ ASനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ AS എന്നുള്ളത് എത്രയാണ്? v²/2. സോ AS is equal to v²/2. ഇനി ഡബ്ല്യുവിൻ്റെ വർക്കിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി W is equal to MAS. ASനെ v²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
റീഅറേഞ്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഹാഫ് ആദ്യം എഴുതി ഹാഫ് എം വി സ്ക്വയർ. ഇത് ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ, അതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് എം ഇസ് എ മാസ് in kilogram and v is a velocity in meter per second, then kinetic energy is equal to half mv square joule. Question. Complete the table associated with the kinetic energy of the object and answer the questions also. ഇവിടെ ഒരു ടേബിളിൽ മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഹാഫ് എം വി സ്ക്വയർ ഈ കേസിൽ 10, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ 80, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 1 സ്ക്വയർ 5. കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഇവിടെ പോപ്പുലേറ്റ് ചെയ്തു. ഓരോ കേസിലും കൈനറ്റിക് എനർജി വന്നു. ഇനി നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി വെൻ ദ മാസ് ഈസ് ഡബിൾഡ്. മാസ് ഡബിൾ ആകുമ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്താണ് സംഭവിക്കുക? വിനോ ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ജൂളാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാസ് ഡബിൾ ആയിരിക്കുമ്പോൾ, അപ്പോൾ എമ്മിന് പകരം നമ്മൾ 2m കൊടുത്താൽ എന്തിരിക്കും? ഈ കൈനറ്റിക് എനർജിക്ക് ഹാഫ് എമ്മിന് പകരം 2m ആയി, മാസ് ഡബിൾ ആയി. ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ 2 പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഹാഫ് എം വി സ്ക്വയർ. ഈ ആദ്യത്തെ കേസിലുള്ള ഹാഫ് എം വി സ്ക്വയർ തന്നെ 2 നമ്മൾ ഈ 2 ഇത് ഞാൻ പുറത്തെടുത്തു. ദെൻ ഹാഫ് എം വി സ്ക്വയർ ഈ കെയുടെ ഇക്വേഷൻ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ 2 ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ ആണ് ഇനിഷ്യൽ സിറ്റുവേഷനിലുള്ള കൈനറ്റിക് എനർജി. അപ്പോൾ 2 ഇൻറ്റു ഇനിഷ്യൽ എനർജി, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഡബിൾഡ്. നെക്സ്റ്റ് വെൻ ദ വെലോസിറ്റി ഈസ് ട്രിപ്പിൾഡ്. വെലോസിറ്റി ട്രിപ്പിൾ ആകുമ്പോൾ വിക്ക് നമ്മൾ പകരം 3v കൊടുത്തിട്ട് ഇക്വേഷൻസ് എക്സ്പാൻഡ് ചെയ്ത് നോക്കും. ഹാഫ് എം ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ ഒന്നും ചേഞ്ച് ആയിട്ടില്ല, വെലോസിറ്റി മാത്രമാണ് ട്രിപ്പിൾ ആക്കിയേക്കണത്. അപ്പോൾ എം അതുമാതിരി വെലോസിറ്റി ട്രിപ്പിൾ 3v സ്ക്വയർ ആയി. 3v സ്ക്വയർ ആകുമ്പോഴേക്കും ഹാഫ് എം വി സ്ക്വയർ ഇനിഷ്യൽ ഉള്ള ആ ഫാക്ടേഴ്സ് അതുമാതിരി വന്നു. ഈ 3യുടെ സ്ക്വയർ വന്നിട്ടുണ്ട്. ആ 3 സ്ക്വയർ ഇസ് 9. സോ 9 ഇൻറ്റു ഹാഫ് എം ബി സ്ക്വയർ ആയി. സോ കൈനറ്റിക് എനർജി ബിക്കംസ് 9 ടൈംസ് 9 ഇരട്ടിയായി. ഇൻ വെലോസിറ്റി വെൻ ഹാഫ് ആക്കിയാലോ, വെലോസിറ്റിക്ക് 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹാഫ് എം ഇൻറ്റു 1v/2 സ്ക്വയർ. അപ്പോൾ വി ഹാഫ് എം വി സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ ആണല്ലോ 4. അപ്പോൾ 1/4 ഇൻറ്റു ഇനിഷ്യൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു എല്ലാനും. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question. A motorcyclist is traveling in a straight line at a speed of 10 meters per second. The combined mass of the motorcycle and the passenger is 300 kg. Answer the given questions. ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് 300 kg ആണ് ടോട്ടൽ മാസ്, 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതി. 10 മീറ്റർ പെർ സെക്കൻഡ് 300. കൈനറ്റിക് എനർജി റിലേറ്റഡ് ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോട്ടോർ സൈക്കിൾ ആൻഡ് ദ പാസഞ്ചർ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഈ കേസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം 300 kg ആണ്, വെലോസിറ്റി 10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 15,000 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ്? സ്പീഡ് ഡബിൾ ആയാൽ കൈനറ്റിക് എനർജി എന്താകും? ആൻസർ വെൻ സ്പീഡ് ഈസ് ഡബിൾഡ് ഈ കേസ് ഈക്വൽ ടു ഹാഫ് എം, വിക്ക് പകരം നമ്മൾ 2v കൊടുക്കണം. സ്പീഡ് ഡബിൾ ആക്കിയല്ലോ 2v, ദെൻ വി സ്ക്വയർ ആണ്. അപ്പോൾ 2v സ്ക്വയർ, ദെൻ ഹാഫ് എം വി സ്ക്വയർ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ വന്നിരിക്കുന്നത് 2 സ്ക്വയർ 4 ആണ്. അത് ഞാൻ മാറ്റി എഴുതിയാൽ 4 ഇൻറ്റു ഹാഫ് എം ബി സ്ക്വയർ. ഈ ഹാഫ് എം ബി സ്ക്വയർ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ആൻസർ ആയിട്ട് 15,000. അപ്പോൾ 4 ഇൻറ്റു 15,000, സോ 60,000 ആണ്. വെൻ സ്പീഡ് ഡബിൾ ആകുമ്പോൾ കൈനറ്റിക് എനർജി 60,000 ആകും. An athlete shows
throws a shot put of mass 6 kg at a speed 12 meter per second. What is the kinetic energy of the shot? Kinetic energy velocity തന്നിട്ടുണ്ട് 12 meter per second, മാസും തന്നിട്ടുണ്ട്. Kinetic energy ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ കേസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ, ഹാഫ് ഇൻറ്റു m 6 ആണ്, 12 സ്ക്വയർ, ദാറ്റ് ഈസ് 432 ജൂൾ. Question. A ball of mass 0.5 kg is at a height above the ground. Answer the given questions. ഒരു ബോൾ, ഒരു മാസ് അത് 0.5 kg ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്, ഒരു കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി 98 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഗിവൺ ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതി. പൊട്ടൻഷ്യൽ എനർജി mgh ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇ പി ഇസ് ഈക്വൽ ടു mgh ജൂൾ. ഇനി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 98 is equal to 0.5 into G 9.8 ആണ്. H മാത്രമാണ് unknown. So H is equal to 98 by 0.5 into 9.8. 20 meter ആണ് H കിട്ടുന്നത്. Next question. What will be the kinetic energy of the ball just before hitting the ground if it is allowed to fall freely? ആ ഹൈറ്റിൽ നിൽക്കുന്ന 98 ജൂൾ പൊട്ടൻഷ്യൽ എനർജി ഉള്ള ആ ബോള്, ആ മാസ് ഫ്രീ ഫോൾ താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കൈനറ്റിക് എനർജി എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ. ഇഫ് ദ ബോൾ അലൗഡ് ടു ഫോൾ ഫ്രീലി ദ കൈനറ്റിക് എനർജി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് 98 ജൂൾ ആയിരിക്കും. കാരണം അതിന് ടോട്ടൽ അതിൽ ഉണ്ടായിരുന്ന എനർജി 98 ജൂളായിരുന്നു പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നത് തുടക്കത്തിൽ. ആ പൊട്ടൻഷ്യൽ എനർജി ആ മാസ് താഴേക്ക് ഇടുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് നടക്കുന്നത്. ദ എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 98 ജൂളായിരുന്നു. അപ്പോൾ ഗ്രൗണ്ടിൽ തൊട്ട് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൈനറ്റിക് എനർജി 98 ജൂളായിരിക്കും. മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിനെയും കൈനറ്റിക് എനർജിനെയും കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് മെക്കാനിക്കൽ എനർജി. ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെക്കാനിക്കൽ എനർജി ആൻഡ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ്? മെക്കാനിക്കൽ എനർജി എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? മെക്കാനിക്കൽ എനർജി ഒരു കോമ്പിനേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജിനെയും കൈനറ്റിക് എനർജിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് the energy that object acquires by virtue of their position or configuration, that is the potential energy, and motion, that is the kinetic energy. ഇതിൻ്റെ കോമ്പിനേഷൻ ആണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി is classified into potential energy and kinetic energy. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളാണ് പൊസിഷൻ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, ഡാമിലുള്ള വെള്ളം. കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എക്സാമ്പിളാണ് കംപ്രസ്ഡ് സ്പ്രിങ്, സ്ട്രെച്ച്ഡ് ആരോ ഒക്കെ. ദെൻ കൈനറ്റിക് എനർജിയാണ് മെക്കാനിക്കൽ എനർജിയുടെ രണ്ടാമത്തെ സെക്ഷൻ. കൈനറ്റിക് എനർജി അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മോഷൻ വെച്ചിട്ടുണ്ടാകുന്ന എനർജി. എക്സാമ്പിൾ മൂവിങ് കാറ്, സ്പിന്നിങ് ഫാൻ എക്സെട്ര. പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആർ ടുഗദർ കോൾഡ് മെക്കാനിക്കൽ എനർജി. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇതിന് പൊട്ടൻഷ്യൽ എനർജിനെ കൈനറ്റിക് എനർജിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. മെക്കാനിക്കൽ എനർജി, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജിനെ രണ്ടായിട്ടുണ്ട്. പൊസിഷൻ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും എല്ലാം കൂടി കൂടുന്നതാണ് മെക്കാനിക്കൽ എനർജി. നെക്സ്റ്റ് സെക്ഷൻ, എനർജി ട്രാൻസ്ഫോർമേഷൻ. എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറുന്നു. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Write down the names of some of the machines and energy conversion in them. മെഷീനും അതിൽ എന്ത് എനർജിയിലേക്കാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നതെന്നും കൂടി മെൻഷൻ ചെയ്യുക. We use many machines to convert energy from one form to another. നമ്മൾ വീട്ടിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എനർജീനെ മാറ്റുന്ന പല പല മെഷീൻസ് ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് മോട്ടോർ. മോട്ടോറിൽ എന്താ സംഭവിക്കുന്നത്? കറണ്ടിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. പെട്രോൾ കാർ.
പെട്രോളിലുള്ളത് കെമിക്കൽ എനർജിയാണുള്ളത്. കെമിക്കൽ എനർജീനെ കൈനറ്റിക് എനർജി ആയിട്ട് കാറിൽ മാറ്റുന്നു. ദെൻ ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക്കൽ എനർജീനെ കൈനറ്റിക് എനർജി. ഫാൻ മൂവ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് കാറ്റ് കിട്ടുന്നത്. ഇലക്ട്രിക്കൽ ടു കൈനറ്റിക് എനർജി. ജനറേറ്റർ പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഡാമിൻ്റെ മേളിൽ വെള്ളം നിൽക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. അത് താഴേക്ക് വെള്ളം വരുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരും. അത് താഴെ വന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഫൈനലി മാറുകയാണ് ചെയ്യുന്നത്. ദെൻ സോളാർ പാനൽ ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഹൈഡ്രോ പവർ പ്ലാന്റ് സെയിം തിങ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അത് സെയിം തിങ് തന്നെയാണ് ജനറേറ്റർ. ദെൻ ഇലക്ട്രോണിക് ബൾബിൽ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി പ്ലസ് ഹീറ്റ് എനർജി. പ്രൈമറി ആയിട്ട് ലൈറ്റ് എനർജിയാണ്. അത് ലൈറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് എമൗണ്ട് ഹീറ്റും വരുന്നുണ്ട് ഇലക്ട്രിക് ബൾബിൽ. പ്രൈമറി ആയിട്ട് ലൈറ്റ് തന്നെയാണ്. കാർ എൻജിൻ ഇലക്ട്രിക് എനർജി. കാർ എൻജിൻ കെമിക്കൽ എനർജി ടു തെർമൽ എനർജി ആൻഡ് മെക്കാനിക്കൽ എനർജി. കാർ എൻജിനിൽ സംഭവിക്കുന്ന കെമിക്കൽ എനർജി, ഫ്യൂവലിനെ അതിൽ നിന്ന് ചൂടാക്കിയിട്ട് അതിൽ നിന്നുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. കൺസിഡർ എ ബലൂൺ ടോയ് കാർ ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. ഈ ബലൂൺ ടോയ് കാറിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബലൂൺ ടോയ് കാറിൽ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റായിട്ടുള്ള ഒരു ബോട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബലൂൺ എയർ നിറക്കും. എന്നിട്ട് ആ എയർ റിലീസ് ചെയ്യുന്ന ആ ഫോഴ്സിൽ നിന്ന് ഇത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ബലൂൺ ഗെറ്റ്സ് ദ റിക്വയർഡ് എനർജി ഓർ ഫോഴ്സ് ടു മൂവ് ദ ടോയ് കാർ. കാർ മൂവ് ചെയ്യുന്നതിനുള്ള എനർജി ബലൂണിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആൻസർ, ദ ബലൂൺ ഗെറ്റ്സ് ഇറ്റ്സ് എനർജി ഫ്രം ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഡ്യൂ ടു ദ ഇലാസ്റ്റിക് കോൺഫിഗറേഷൻ. ഈ ബലൂണിൽ എയർ നിറക്കുമ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ആ കോൺഫിഗറേഷൻ്റെ ഫലമായിട്ട് അതിനകത്തേക്ക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തു. ഇനി റിലീസ് ചെയ്യുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി റിലീസാകുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇതിലാണ് ടോയ് കാർ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ ടോയ് കാറിൻ്റെ സോഴ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ ബലൂൺ വെൻ ഇറ്റ് ഈസ് ഇൻഫ്ലേറ്റഡ്. റബ്ബർ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനെന്താ സംഭവിക്കുന്നത്? വെൻ ബലൂൺ ഇസ് ഇൻഫ്ലേറ്റഡ് ദ റബ്ബർ സ്ട്രെച്ചസ്. റബ്ബർ വലിയും. സ്റ്റോറിങ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡീഫോമേഷൻ. ഈ ബലൂണിൻ്റെ സൈസ് ഡീഫോം ചെയ്തിട്ട് അതിലേക്ക് എയർ നിറയ്ക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ ഇൻഫ്ലേറ്റഡ് ബലൂൺ. ഇൻഫ്ലേറ്റഡ് ബലൂണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, അതായത് കോൺഫിഗറേഷൻ വഴിയുള്ള പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ചേഞ്ച് ഇൻ എനർജി ഒക്കേഴ്സ് വെൻ കാർ മൂവ്സ്. കാർ മൂവ് ചെയ്യുമ്പോൾ എന്ത് എനർജി ചേഞ്ച് ആണ് ഹാപ്പൻ ചെയ്യുന്നത്? വെൻ കാർ മൂവ്സ് ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ഈ ബലൂണിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി കാറിൻ്റെ മൂവ്മെൻറ്റിലായ കൈനറ്റിക് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷനെ കുറിച്ചിട്ട് ഒരു ലോ ഉണ്ട്. അതെന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ ലോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എനർജീനെ നമുക്ക് ഒരിക്കലും പുതുതായിട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള എനർജീനെ നശിപ്പിക്കാനോ സാധിക്കുന്നില്ല. ഒരു എനർജി ഫോമിനെ വേറൊരു ഫോമിലേക്ക് മാറ്റപ്പെടാൻ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. നോക്കാം. The law of conservation of energy states that energy can neither be created nor be destroyed. പുതുതായി ഉണ്ടാക്കാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. One form of energy can be converted into other forms without any loss of energy or gain of energy. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ സൈക്കിളിൽ ഇങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഫുൾ കൈനറ്റിക് എനർജിയോട് കൂടിയാണ് വരുന്നത്. ഈ മലയുടെ ഈ താഴ്ഭാഗത്തുമ്പോൾ ഫുൾ കൈനറ്റിക് എനർജി ഉണ്ട്. താഴ്ത്ത് ആകുമ്പോൾ ഹൈറ്റ് ഇല്ലാത്തത് കാരണം പൊട്ടൻഷ്യൽ എനർജി ഒന്നുമില്ല. ഇനി അയാൾ മല കയറാൻ തുടങ്ങുമ്പോൾ അയാളുടെ നാച്ചുറലി അതിൻ്റെ വെലോസിറ്റി കാര്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ കൈനറ്റിക് എനർജി കുറയുകയാണ് ചെയ്യുന്നത്.
ആ കൈനറ്റിക് എനർജി കുറയുന്തോറും ഇയാളുടെ ഹൈറ്റ് കൂടുന്നതിൻ്റെ അനുസരിച്ച് അത് പൊട്ടൻഷ്യൽ എനർജിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൈനറ്റിക് എനർജി ഇവിടെ മാക്സിമം ഉള്ളത് മേളിലേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞ് പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കൈനറ്റിക് എനർജി 0 ആയി. ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കുറയുമ്പോൾ കുറഞ്ഞു വന്ന് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് ഹൈറ്റ് കുറയുന്തോറും സ്പീഡ് കൂടി വന്ന് ഇയാളുടെ കൈനറ്റിക് എനർജി കൂടി ഇവിടെ മാക്സിമം ആയി. അതായത് എനി സ്റ്റേജിൽ നോക്കിയാൽ ടോട്ടൽ എനർജി സെയിം ആയിട്ടായിരിക്കും. അതാണ് ഈ ലോ പറയുന്നത്. ഒരു ലെവലിൽ പോലും നമുക്ക് എനർജി ലോസ് ഗെയിനോ വരുന്നില്ല, ടോട്ടൽ എനർജീനെ കൺസേർവ് ചെയ്തിട്ട് ഉണ്ടാകും എപ്പോഴും. അതാണ് ഈ ലോ പറയുന്നത്. ഒരു സിമിലർ എക്സാമ്പിൾ, ഇയാൾ കാർ ഇങ്ങനെ ഈ സ്ലോപ്പിൽ കൂടെ പുഷ് ചെയ്യുമ്പോൾ ഇയാൾക്ക് തോന്നും എൻ്റെ എനർജി ലോസ് ആയിന്ന്. പക്ഷേ അയാളുടെ ലോസ് ഓഫ് എനർജി ഈ കാറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഗെയിൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം സെയിം ആയിട്ടായിരിക്കും. അതാണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. Question. Show how the energy conservation law holds good for the piling process involved in the construction of building. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഈ പൈലിങ്ങിൻ്റെ ആ പ്രോസസ്സിൽ എനർജി കൺസർവേഷൻ ലോ ഹോൾഡ്സ് ഗുഡാണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്ട്രോങ് ഹാമർ ഉപയോഗിച്ചിട്ട് ഈ പൈലിൻ്റെ മേളിൽ ഹിറ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ഹിറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മളിങ്ങനെ പിറ്റ് ഫോം ചെയ്യുന്നത്, ഈ പൈലിൽ അടിച്ചിട്ട്. അപ്പോൾ ഈ പൊസിഷനിൽ എനർജി എത്രയുണ്ടോ, ഫൈനൽ സ്റ്റേജിൽ എനർജി എത്രയുണ്ടോ ആ എനർജി കമ്പയർ ചെയ്തിട്ട് രണ്ടും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനിഷ്യൽ പൊസിഷനിൽ ഈ ഹാമർ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൊസിഷനിൽ ഈ ഇത്ര ഹൈറ്റിലിരിക്കുന്ന സമയത്തിൽ mgh ആണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് mgh. എം ഇവിടെ തന്നിട്ടുണ്ട്, g ഗ്രാവിറ്റി, ഹൈറ്റ് 10. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 98,000 കിട്ടി. ആ സമയത്ത് ഇനിഷ്യൽ പൊസിഷനിൽ കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല, ബിക്കോസ് ഇത് സ്റ്റേഷനറി ആണ്, മൂവിങ് ആയിരിക്കുന്നില്ല. ആ സമയത്ത് V0 ആണ്, അപ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്. ടോട്ടൽ എനർജി ഇനിഷ്യൽ സ്റ്റേജിൽ എന്താണ്? രണ്ടും സം ചെയ്യുക, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി. 0 + 98,000, അപ്പോൾ 98,000 കിട്ടി ഇനീഷ്യൽ സ്റ്റേജിൽ. ഇനി ഫൈനൽ പൊസിഷനിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൈലടിച്ചു, ഇനി ഗ്രൗണ്ട് ലെവലായി. ആ ലെവലിൽ പൊട്ടൻഷ്യൽ എത്രയാണ്, കൈനറ്റിക് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ട് ലെവലാകുമ്പോൾ H0 ആയി, പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ഇനി കൈനറ്റിക് എനർജി എന്തായി? കൈനറ്റിക് എനർജി കൂടി. കൈനറ്റിക് എനർജി E K = ½ mv². നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ½ mv². ഈ v²ൻ്റെ വാല്യൂ 2as ആണെന്ന് നമുക്കറിയാം. ഇനിഷ്യലി u0 ആണ്, അപ്പോൾ v² = 2as. ഇനി a ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, s എന്ന് വെച്ചാൽ ഈ കേസിൽ ഹൈറ്റ്. അപ്പോൾ E K = ഈ ½ m v²ന് 2as എന്ന് കൊടുക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 98,000 കിട്ടി. ടോട്ടൽ എനർജി നോക്കുമ്പോൾ ഫൈനൽ പൊസിഷനിൽ 0 + 98,000, വീണ്ടും 98,000. ടോട്ടൽ എനർജി ഇനിഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും 98,000 ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഹോൾഡ്സ് ഗുഡ്. എനർജി from one form is converted into another form without any loss of energy. എനർജി കൺസർവേഷൻ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക്, അതായത് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജിയിലേക്ക് മാറുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്, ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. Observe the given figure on the main source of energy on the earth is sun. Answer the given question. ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഈ മെയിൻ സോഴ്സ്, ഈ എൻവയൺമെൻറ്റിൽ നമ്മൾ കാണുന്ന എല്ലാ എനർജിയുടെയും സോഴ്സ് എന്നുള്ളത് സണ്ണാണ്. സണ്ണിൽ നിന്നുള്ള എനർജി എങ്ങനെയൊക്കെയാണ് ഓരോ പ്ലാന്റിലും അനിമൽസിലും ഹ്യൂമൻ ബീയിങ്സിലും എല്ലാ ഫോംസ് ഓഫ് എനർജിയിലേക്കും മാറ്റപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലെറ്റ് us see. From where do we മെയിൻലി ഗെറ്റ് ദ എനർജി നീഡഡ് ഫോർ അവർ വേരിയസ് ആക്ടിവിറ്റീസ്? നമ്മുടെ വേരിയസ് ആക്ടിവിറ്റീസിനുള്ള എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺ. ഹൗ ഡു പ്ലാന്റ്സ് യൂസ് സോളാർ എനർജി? പ്ലാന്റ്സിന് എങ്ങനെയാണ് സോളാർ എനർജി യൂസ് ആകുന്നത്? പ്ലാന്റ്സ് യൂസ്
chlorophyll to capture sunlight and convert it into chemical energy through photosynthesis. പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ക്ലോറോഫിൽ വഴി ഈ സൺലൈറ്റിനെ എടുത്തിട്ട് ഫോട്ടോസിന്തസ് ചെയ്തിട്ട് അങ്ങനെയാണ് പ്ലാന്റ്സിന് സൺലൈറ്റ് എനർജി ഉപകാരപ്പെടുന്നത്. ഹൗ ഇസ് ദ എനർജി വി ഗെറ്റ് ഫ്രം ഫുഡ് റിലേറ്റഡ് ടു സൺ? മനുഷ്യനിലേക്ക് നമ്മൾക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള എനർജി കിട്ടുന്നത് സണ്ണിൽ നിന്നാണെന്ന് നമുക്ക് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫുഡ് എനർജി കംസ് ഫ്രം സൺ വയ ഫോട്ടോസിന്തസിസ്. ഫുഡിൽ നിന്നുള്ള എനർജി നമുക്ക് കിട്ടുന്നത് സണ്ണിൽ നിന്നുള്ള എനർജി ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സിലെത്തും, പ്ലാന്റ്സിൽ നിന്ന് നമ്മളിലേക്ക് എത്തും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വൺ വേർഡിനൊക്കെ ചോദിക്കാം. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓൺ ദ സൺ, സെയിം തിങ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈസ് ദ എനർജി പ്രൊഡക്ഷൻ ഇൻ പവർ പ്ലാന്റ്സ് റിലേറ്റഡ് ടു സൺ? പവർ പ്ലാന്റ്സിലുള്ള എനർജി എങ്ങനെയാണ് സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഫോസിൽ ഫ്യൂവൽസ്, കോൾ, oil and gas comes from plants and organisms that stored in solar energy. ഈ പവർ പ്ലാന്റിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആ ഫ്യൂവല് അതിൽ നിന്നുള്ള എനർജി വന്നിരിക്കുന്നത്, അതായത് ഫോസിൽസിൽ, അതായത് കോൾ, ഓയിൽ, ഗ്യാസ് അങ്ങനെയുള്ള ആ ഒരു പ്ലാന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഫ്യൂവൽസിലുള്ള എനർജി സണ്ണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ആ പ്ലാന്റ്സ് സണ്ണിലെ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോളാർ പവർ പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നവരെ. അപ്പോൾ സോളാർ പ്ലാന്റ്സിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ഹൈഡ്രോ പവർ പ്ലാന്റ്സിൽ യൂസ് വാട്ടർ സൈക്കിൾ ടു ആൻഡ് പവർഡ് ബൈ ദ സൺ. വാട്ടർ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് വെള്ളം നീരാവിയായിട്ട് മേളിൽ പോയി മഴ പെയ്തിട്ടാണ് ആ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോഴും സണ്ണാണ് അതിൻ്റെ ഇനീഷ്യൽ സോഴ്സ്. വിൻഡ് പവറിലാണെന്നുണ്ടെങ്കിൽ കാറ്റ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. വിൻഡ് ഈസ് കോസ്ഡ് ബൈ ദ ടെമ്പറേച്ചർ ചേഞ്ചസ് ഫ്രം ദ സൺസ് ഹീറ്റ്. സണ്ണിൻ്റെ ഹീറ്റ് വഴിയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ചിട്ടാണ് വിൻഡ് സംഭവിക്കുന്നത്. അപ്പോഴും ആ സണ്ണിൽ നിന്നുള്ള എനർജി വിൻഡ് പവറിലുള്ള ആ കൈനറ്റിക് എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ എനർജി ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ റിലേറ്റഡ് ടു സൺ? പെട്രോളിലും ഡീസലിലുമുള്ള എനർജി എങ്ങനെയാണ് സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പെട്രോൾ ആൻഡ് ഡീസൽ കംസ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ് which are made from the ancient plants and organisms that captured solar energy through photosynthesis. ഈ ഫോസിൽ ഫ്യൂവൽ ആണല്ലോ ഈ പെട്രോളും ഡീസലൊക്കെ. അതിൽ നിന്നുള്ള എനർജി ഏൻഷ്യൻ പ്ലാന്റ്സ്, ആനിമൽസിലൊക്കെ ആ ഫോട്ടോസിന്തസിസ് വഴി കിട്ടിയ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ എനർജിയാണ് ഈ പെട്രോളും ഡീസലൊക്കെ ആയിട്ട് ഫോസിൽ ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജി സണ്ണിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ദ സോളാർ എനർജി ഈസ് സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ഇൻ ദ ഫോസിൽസ് ഫ്യൂവൽ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അതായത് ആ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സ്റ്റോർ ചെയ്യുന്ന സോളാർ എനർജിയാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് കെമിക്കൽ എനർജിയായി മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓൺ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഈ എനർജി എങ്ങനെയാണ് സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. വിച്ച് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ വാട്ടർ ഇൻ ദ റിസർവോയർ? നമുക്കറിയാം ഏത് എനർജിയാണ് റിസർവോയറിലെ വാട്ടറിനുള്ളത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഹൗ ഡിഡ് ദ വാട്ടർ ഇൻ ദ റിസർവോയർ ഗെറ്റ്സ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി? എങ്ങനെയാണ് ആ റിസർവോയറിലെ വാട്ടറിന് ആ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് സണ്ണിൽ നിന്ന് വന്നതെന്നുള്ള ആ ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സൺസ് ഹീറ്റ് കോസസ് വാട്ടർ ടു ഇവോപ്പറേറ്റ് ഫ്രം ദ ഫോമിങ് ക്ലൗഡ്സ്. സണ്ണിൻ്റെ ഹീറ്റ് വെച്ചിട്ടാണ് താഴെയുള്ള വെള്ളം ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ക്ലൗഡായിട്ടുണ്ടാകുന്നത്. ആ ക്ലൗഡിൽ നിന്ന് മഴയുണ്ടായിട്ട് ആ മഴവെള്ളമാണ് റിസർവോയറിൽ ഹൈറ്റിൽ കളക്ട് ചെയ്യുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ആവുന്നത്. These clouds release water as rain which collects in the elevated reservoirs, gaining potential energy due to its height. ഇനി a pipe that carries water downwards is called penstock. ഈ ഹൈറ്റിൽ നിന്ന് വെള്ളം താഴേക്ക് വിടുന്ന ഇത് പെൻസ്റ്റോക്കിൽ വരുന്ന ഈ എനർജി, വാട്ട് ഇസ് ദ എനർജി പൊസസ്ഡ് ബൈ ദ വാട്ടർ ഫ്ലോയിങ് വാട്ടറിന് ഉണ്ടാകുന്ന എനർജി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. The flowing water in penstock possesses kinetic energy due to its motion. Kinetic energy, വാട്ടർ മോഷനിലാകുമ്പോൾ ആ വാട്ടർ ഈ ഹൈറ്റിൽ നിന്നുണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് വരുമ്പോൾ അത് കൈനറ്റിക് എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വൺ വേർഡായിട്ട് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ എനർജി
conservation starting from the energy of water in the hydroelectric power plant into a glowing bulb. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലുള്ള എനർജി നമ്മളെ ഒരു വീട്ടിൽ കത്തിക്കുന്ന ഒരു ബൾബിലേക്ക് എത്തുമ്പോഴേക്കുള്ള എനർജി ട്രാൻസിഷൻ്റെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഇൻ ദ ഡാം പൊട്ടൻഷ്യൽ എനർജിയാണ്. വാട്ടർ ഫ്ലോയിങ് ഡൗൺ ആകുമ്പോൾ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓരോ സ്റ്റേജിലും കൈനറ്റിക് എനർജി കൂടി വരും, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. വെൻ ദ ടർബൈൻ ഓഫ് ദ ജനറേറ്റർ റൊട്ടേറ്റ്സ് അത് ഈ കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറുകയാണ് ചെയ്യുന്നത്. വെൻ ദ ജനറേറ്റർ വർക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആകും. വെൻ ദ ബൾബ് ഗ്ലോസ്, ബൾബ് കത്തുമ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ടോട്ടൽ ട്രാൻസിഷൻ നടക്കുന്നത്. ഒരു കാര്യം, ലൈറ്റ് കത്തുമ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റും വരും. അതായത് ഈ ഇലക്ട്രിക് എനർജിയുടെ മെജോറിറ്റി ഭാഗം ലൈറ്റ് എനർജിയും എ സ്മോൾ എമൗണ്ട് ഹീറ്റ് എനർജി ആയിട്ടാണ് ടോട്ടൽ കൺവേർഷൻ നടക്കുന്നത്. പക്ഷേ പ്രൈമറിലി ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജിയാണ്. നെക്സ്റ്റ്, പവർ. വാട്ട് ഈസ് പവർ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? പവർ എന്നാൽ എന്ത്? അതിൻ്റെ യൂണിറ്റ് എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡിൽ യൂണിറ്റ് ടൈമിൽ എത്രമാത്രം വർക്ക് ചെയ്തു അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ റേറ്റ്, അതായത് ഒരു സെക്കൻഡിൽ നമുക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും അതിനെയാണ് പവർ എന്ന് പറയുന്നത്. പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്ക് ബൈ ടൈം ആണ്. ടോട്ടൽ എത്ര വർക്ക് ചെയ്തു, അത് എത്ര സെക്കൻഡിലേക്കാണ് അത് ചെയ്തത്, അപ്പോൾ വർക്ക് ബൈ ടൈം ചെയ്യുമ്പോൾ പവർ കിട്ടും. യൂണിറ്റ് ഓഫ് പവർ വർക്കിൻ്റെ യൂണിറ്റ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്, ദാറ്റ് ഈസ് ജൂൾ ബൈ സെക്കൻഡ്. അതിനെ ഒരുമിച്ച് പറയും വാട്ട് എന്നാണ് പവറിൻ്റെ യൂണിറ്റ്. ഇനി ലാർജർ വാല്യൂസിന് മെഷർ ചെയ്യാൻ വേണ്ടി ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ വലിയ യൂണിറ്റ് ഉപയോഗിക്കും, കിലോ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 1000 കിലോ വാട്ടാണ് 1 മെഗാവാട്ട്. അപ്പോൾ 10⁻³ വാട്ടാണ് കിലോ വാട്ട്, 10⁻⁶ വാട്ടാണ് 1 മെഗാവാട്ട്. The power of vehicles and motors are expressed in horse power. ഇനി വേറൊരു യൂണിറ്റാണ് പവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഹയർ യൂണിറ്റാണ് ഹോഴ്സ് പവർ. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. Calculate the power of an electric iron if 15 kilojoule work is done in 20 seconds. നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ദാറ്റ് ഈസ് 15 കിലോ ജൂളാണ്. അതിനെ ജൂളിലേക്ക് ആക്കണം. അപ്പോൾ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 15 × 1000 ബൈ ടൈം 20. അപ്പോൾ 750 വാട്ടാണ് ഈ പവർ കിട്ടുന്നത് ആ ഇലക്ട്രിക് അയണിൻ്റെ. ദ പവർ ഓഫ് ഇലക്ട്രിക് അയൺ ഈസ് 750 വാട്ട്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ എനർജി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദ ഡാം. ഡാമിലുള്ള വാട്ടറിൻ്റെ എനർജി ഏതാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. വെൻ വി മൂവ് ഒബ്ജക്ട്സ് എലോങ് എ ഹൊറിസോണ്ടൽ ഫ്ലോർ ദ വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ്. ഹൊറിസോണ്ടൽ ഫ്ലോറിൽ കൂടെ നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ അഗെയിൻസ്റ്റിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഡാഷ് ഓൺ ദ വീൽ ചെയർ ഇൻക്രീസസ് ആസ് ദ വെയ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഇൻക്രീസസ്. വെയ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ വീൽ ചെയർ. 1 ന്യൂട്ടൺ മീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് ജൂൾ, 1 ജൂൾ. ഡാഷ് ഫോർമുലേറ്റഡ് ദ ഇക്വേഷൻ റിലേറ്റഡ് ടു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഹീറ്റ് പ്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള തിയറി ഫോർമുലേറ്റ് ചെയ്തത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഡാഷ് ഫോർമുലേറ്റഡ് ദ തിയറി ഓഫ് തെർമോഡൈനാമിക്സ് ബൈ കണക്റ്റിംഗ് ദ മെക്കാനിക്കൽ എനർജി ആൻഡ് ഹീറ്റ്. അതും ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. വെൻ വി ലിഫ്റ്റ് ഒബ്ജക്ട്സ് വെർട്ടിക്കലി ദ വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ്. വെർട്ടിക്കലി നമ്മൾ ഭാരം ഉയർത്തുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. വെൻ എ ക്രെയിൻ ലിഫ്റ്റ് എ കണ്ടെയ്നർ ഓഫ് മാസ് m kg to a height h meter, the force exerted by the earth on the container is dash mg. We utilize dash to do work. Answer: energy.
Dash is the ability to do work, energy. Dash is transferred into work when we do different activities, energy. The unit of work is the unit of energy. Workindeyum energy-deyum unit same ആണ്. The SI unit of energy is joule. Workindeyum unit joule. Energy in food is indicated in unit kilocalories. 1 calorie is equal to 4.2 joule. Dash discovered and harnessed the potential of steam engine, James Watt. Dash is the work done in 1 second. Power. Power is the rate of doing work. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. Next section, let us assess. Question. Which of the following quantities has the same unit of work? Work-ന്റെ same unit ഉള്ളത് ഏതിനാണ്? Energy. Which of the following pairs are scalar quantities? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് പെയറാണ് ഓൺലി സ്കെയിലാർ ക്വാണ്ടിറ്റീസ്? ആദ്യത്തെ നോക്കുമ്പോൾ ടൈം സ്കെയിലാർ ആണ്, എനർജി സ്കെയിലാർ ആണ്. അപ്പോൾ ആൻസർ ടൈം ആൻഡ് എനർജി. ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അതായത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വെച്ചിട്ട് പവറിൻ്റെ യൂണിറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ kg m²s³. എങ്ങനെയാണ് അത് കിട്ടിയത്? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്ക് എന്ന് വെച്ചാൽ mgh ബൈ ടൈം. ഇനി ഓരോന്നിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റിലേക്ക് എഴുതി. m kg, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, h എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, മീറ്റർ, ടൈം, സെക്കൻഡ്. അങ്ങനെ എല്ലാവരും ഫണ്ടമെൻ്റൽ യൂണിറ്റിലേക്ക് എഴുതിയിട്ട് നോക്കുമ്പോൾ kg m²/s³. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object of mass 2.4 kg kept on a level surface. On applying a force 15 Newton, object moves 5 meter in the direction of the force. Calculate the work done. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ലെവൽ സർഫസിൽ വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇൻഫർമേഷൻ എടുത്തെഴുതി W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് 400 കിട്ടി. ഓപ്ഷൻ എ ഈസ് ദ ഓപ്ഷൻ ബി 400 ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഡെപിക്സ് 20 kg വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് 5 മീറ്റർ ഹൈറ്റിലേക്ക് പുള്ളി ഉപയോഗിച്ച് ഉയർത്തുവാണ്. അപ്പോൾ വർക്ക് ഡൺ 10-20 ജൂളാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കാം 10 മീറ്റർ പെർ സെക്കൻഡ്. ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി ഈസ് നോട്ട് കൺസിഡർ? നമ്മൾ പുള്ളി ഫ്രിക്ഷനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഈ 20 kg വെയിറ്റ് 5 മീറ്റർ ഉയർത്താൻ വേണ്ടിയുള്ള വർക്ക് ഡൺ ദാറ്റ് ഈസ് mgh ആണ് വർക്ക് ഡൺ ഇക്വേഷൻ. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മൾ പുൾ ചെയ്യുമ്പോൾ mgh ആണ് ഇക്വേഷൻ. 10 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1000 ജൂളാണ്. ഈ വെയിറ്റ് 5 മീറ്റർ ഹൈറ്റിലേക്ക് പൊക്കാനുള്ള ആവശ്യമുള്ള വർക്ക് 1000 ജൂളാണ്. ഇനി കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ ഓൺ ദ പുള്ളി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രിക്ഷൻ ഓൺ ദ പുള്ളിയിലുള്ള ഫ്രിക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ല ക്വസ്റ്റ്യനിലുണ്ട് 10-20 ജൂള് ഇയാൾ വർക്ക് ചെയ്തു. പക്ഷേ ഈ ഒബ്ജക്റ്റ് ഈ ഹൈറ്റിൽ പൊക്കാനായിട്ട് ആകെ 1000 ജൂളേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 20 ജൂള് അയാൾ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നത് ഫ്രിക്ഷൻ കാരണമാണ്, പുള്ളിമുള്ള ഫ്രിക്ഷനെ കാരണമാണ്. അപ്പോൾ ഫ്രിക്ഷൻ എത്രയായിരിക്കും? 1020 മൈനസ് 1000, 20 ജൂളാണ് പുള്ളിമേൽ ഉണ്ടായ ഫ്രിക്ഷൻ. ഇപ്പോൾ ആ പുള്ളി ഫ്രിക്ഷൻ ലെസ് നല്ല ഓയിലൊക്കെ കൊടുത്തിട്ട് ഫ്രിക്ഷൻ ലെസ് ആണെന്നുണ്ടെങ്കിൽ ആ 20 ജൂൾ എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരില്ല. ഈ 1000 ആവശ്യമുള്ള 1000 ജൂൾ മാത്രമേ ഇയാൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് മോട്ടർ 186.5 kg വാട്ടർ 8 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ടാങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? 10 സെക്കൻഡ് എടുത്തു. ജി എടുത്തിരിക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കാൽക്കുലേറ്റ് ദ പവർ. ഈ വർക്ക് ചെയ്യാനുള്ള സമയത്ത് ആ മോട്ടറിൻ്റെ പവർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതി. ആദ്യം നമുക്ക് എത്ര ജോലി ചെയ്യണം, വർക്ക് എത്ര വേണമെന്ന് ആദ്യം കണ്ടുപിടിച്ചു.
W is equal to mgh. mgh എന്തുകൊണ്ടാണ്? ഹൈറ്റിലേക്കാണ്, ഗ്രാവിറ്റേഷന് എഗെയിൻസ്റ്റ് ആണ് പോകുന്നത്. അപ്പോൾ mgh ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത്. വർക്ക് is equal to mgh. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 14920 ജൂൾ. നമുക്ക് കാണേണ്ടത് പവറാണ്. പവർ is equal to വർക്ക് ബൈ ടൈം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം തന്നിട്ടുണ്ടല്ലോ 10 സെക്കൻഡ്, ഡിവൈഡ് ചെയ്യുമ്പോൾ 1492 വാട്ടാണ് ടോട്ടൽ വാട്ട്. എക്സ്പ്രസ് ദിസ് ഇൻ ഹോഴ്സ് പവർ. ഹോഴ്സ് പവറിൽ ഈ വാട്ട് എത്രയാണ്? നമുക്കറിയാം 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ. അപ്പോൾ ഇത്ര വാട്ട് എന്ന് പറയുമ്പോൾ ദിസ് ബൈ 746 2 ഹോഴ്സ് പവറാണ് ഈ മോട്ടറിൻ്റെ പവർ. ഇനി പറഞ്ഞിരിക്കുന്നത് ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് to fill the same quantity of water if the power of the motor is halved. ഈ മോട്ടറിൻ്റെ പവർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പവർ ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് വിധത്തിൽ ഇത് ചെയ്യാം. ഒരു വിധത്തിൽ ചെയ്യാവുന്നത്, നമുക്കിപ്പോൾ പവർ തന്നിട്ടുണ്ട്. അപ്പോൾ പവർ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 1492 കിട്ടിയിട്ടുണ്ട്. പവർ ഹാഫായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് എത്രയെന്ന് നോക്കുക. ആ പവർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടൈം കിട്ടുമല്ലോ. അത് ഒരു വേയിൽ ചെയ്യാം. ഇനി കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഈസി വേ ആണത്. പവർ is equal to W ബൈ ടൈം ആണ്. അപ്പോൾ അതിനകത്ത് W is equal to P ഇൻറ്റു ടി ആണ്. P ഇൻറ്റു ടി. ഇനി ഈ രണ്ട് സിനാരിയോയിലും ചെയ്യേണ്ട ജോലി എമൗണ്ട് സെയിം തന്നെയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് സിനാരിയോയിൽ നമുക്ക് W1 എന്ന് എടുക്കാം. സെക്കൻഡ് സിനാരിയോയിൽ, അതായത് മോട്ടറിൻ്റെ പവർ ഹാഫ് ആയ സിനാരിയോയിലെ വർക്ക് W2 എന്ന് എടുക്കാം. അപ്പോൾ W is equal to P ഇൻറ്റു പവർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ W1 P1 T1 എന്ന് എടുത്തു, W2 P2 T2 എന്ന് എടുത്തു. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. പവർ ഹാഫ് ആയിട്ടാണ് സെക്കൻഡ് സിനാരിയോയിൽ, അതായത് P2 പകരം P1 ബൈ 2 എന്ന് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ഈസ് ദ സെയിം ഇൻ ബോത്ത് ദ സിനാരിയോ. അതായത് W1 is equal to W2 ആണ്. അപ്പോൾ നമ്മൾ ഈ P1 T1 ആ ഫോമിലുള്ള വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കൂ. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും P1 ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റ്ലി കട്ട് ചെയ്യാം. കാൽക്കുലേഷൻ സിമ്പിളായി. ദെൻ ഇതിൻ്റെ അർത്ഥം 2 ഇൻറ്റു T1 is equal to T2. 2 T1 is equal to T2. T1 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 20. അപ്പോൾ 20 സെക്കൻഡാണ് രണ്ടാമത്തെ സിറ്റുവേഷനിൽ ആവശ്യമുള്ള ടൈം. ഇഫ് ദ പവർ ഓഫ് ദ മോട്ടർ ഇസ് ഹാഫ്, ദ ടൈം ടേക്കൺ വിൽ ബി ഡബിൾഡ്. ഒരു മാസ് 4 കിലോഗ്രാം ഉണ്ട്. അത് ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ഈസ്റ്റിലേക്ക് 6 മീറ്റർ മൂവ് ചെയ്യിപ്പിച്ചു ആദ്യത്തെ കേസിൽ. ഇനി ഈ പോയിന്റിൽ വെച്ച് സെയിം ഫോഴ്സ് 3 ന്യൂട്ടൺ തന്നെ അപ്ലൈ ചെയ്ത് സൗത്തിലേക്ക് 5 മീറ്ററും മാറ്റി. ഇനി രണ്ട് ഡയറക്ഷനിലേക്കായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് മൂവ് ടുവേർഡ്സ് സൗത്ത്. ഈ സൗത്തിലേക്കുള്ള മൂവ്മെൻറ്റിൽ ഉള്ള വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ ഇത് ഈസ്റ്റിലേക്കുള്ള ഇൻഫർമേഷൻ, ഇത് സൗത്തിലേക്കുള്ള ഇൻഫർമേഷൻ രണ്ടും എടുത്തെഴുതി. വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്റ്റ് മൂവ് ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ സൗത്തിലുള്ള ഡേറ്റ വെച്ചിട്ട് W2 is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 3 × 5 15 ജൂൾ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്മേൽ നടന്ന കംപ്ലീറ്റ് വർക്ക് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സൗത്തിലേക്കുള്ള വർക്ക് കിട്ടി. ഇനി നമുക്ക് ഈസ്റ്റിലേക്കുള്ള വർക്ക് കിട്ടിയാൽ നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഈസ്റ്റിലേക്കുള്ള വർക്ക് ആദ്യം നോക്കാം. ഇവിടെ വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് മൂവ് ടുവേർഡ്സ് ഈസ്റ്റ്. W1 is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 3 × 6 മീറ്റർ ആണ് അപ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 18 ജൂൾ. ടോട്ടൽ വർക്ക് ഡൺ ഓഫ് ദ ഒബ്ജക്റ്റ് W1 + W2 ആണ്. ദാറ്റ് ഈസ് 18 + 15 is equal to 33 ജൂൾ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ, സം ഓഫ് ദ വർക്ക് ഡൺ ആണ് രണ്ട് കേസിലും കൂടി ആഡ് ചെയ്യുമ്പോൾ 33 ജൂൾ കിട്ടി. ക്വസ്റ്റ്യൻ, നമ്മളൊരു ഒബ്ജക്റ്റ് മേളിലേക്ക് എറിഞ്ഞു. ആ എറിയുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഒരു 4 ഗ്രാഫ് ഉണ്ട്. ഇതിൽ ഏത് ഗ്രാഫാണ് കൈനറ്റിക് എനർജീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് നോക്കൂ, ഇത് എ ആണ് കറക്റ്റ് ആൻസർ. കൈനറ്റിക് എനർജീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മൾ ആദ്യം കൊടുക്കുന്ന ഫുൾ ഫോഴ്സിൽ എറിയുമ്പോൾ ആ വെലോസിറ്റി മാക്സിമം ഉള്ളത് ഈ ഹൈറ്റ് 0 ആയിരിക്കുന്ന ആ കേസിലാണ്. നമ്മൾ മാക്സിമം കൊടുക്കുന്ന വെലോസിറ്റി ഫുള്ള് ½ കൈനറ്റിക് എനർജി ആയി നിൽക്കുന്നത് ഏറ്റവും മിനിമം ഹൈറ്റിലായിരിക്കുന്നതാണ്. ആ എനർജി ഹൈറ്റ് കൂടും തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും, കൈനറ്റിക് എനർജി
കുറയും. ബിക്കോസ് വെലോസിറ്റി കുറയും. മേളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ പുള്ള് ഉണ്ടാകുമല്ലോ. അപ്പം നമ്മൾ കൊടുത്ത വെലോസിറ്റീനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം നമ്മൾ കൊടുത്ത വെലോസിറ്റീനെ കുറയും. വെലോസിറ്റി കുറയുമ്പോൾ ഹാഫ് mv² വാല്യൂ കുറഞ്ഞിട്ട് കൈനറ്റിക് എനർജി കുറയുകയാണ് ചെയ്യുന്നത്. മാക്സിമം ഹൈറ്റിലാകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? അപ്പോൾ വെലോസിറ്റി 0 ആകണേ മാക്സിമം ഹൈറ്റിൽ. പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിൽക്കും. അങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നത്. മാക്സിമം ഹൈറ്റിലേക്ക് ആകുമ്പോൾ വെലോസിറ്റി 0 ആകുമ്പോഴേക്കും കൈനറ്റിക് എനർജി 0 ആകും. അപ്പോൾ ഗ്രാഫ് എ ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റിഫിക്കേഷൻ: കൈനറ്റിക് എനർജി ഡിക്രീസസ് ഓവർ ടൈം ആസ് ഒബ്ജക്ട്സ് വെലോസിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം വെലോസിറ്റി കുറയും, അതുകൊണ്ട് കൈനറ്റിക് എനർജിയും കുറയും. E k is equal to half mv². The velocity decreases as kinetic energy decreases at the peak. പീക്കിലാകുമ്പോൾ വെലോസിറ്റി 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആകും. അപ്പോൾ ഗ്രാഫ് എ ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ: The Vikram lander module of Chandrayaan II has a mass of 1752 kg. Answer the given question. മാസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് റീച്ചസ് ദ ഹൈറ്റ് 10 meter ഫ്രം ദ ലൂനാർ സർഫസ്. ലൂനാർ സർഫസിൽ നിന്ന് 100 മീറ്ററിലാകുമ്പോഴേക്കും എത്രയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലൂനാർ സർഫസിലുള്ള ഗ്രാവിറ്റിയുടെ റീഡിങ് 1.6 m/s² ആണ്. മൂൺ. അപ്പോൾ നമുക്ക് കാണേണ്ട പൊട്ടൻഷ്യൽ എനർജിയാണ്. ഡേറ്റ നമ്മൾ എടുത്തെഴുതി. പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു mgh. മാസ് വന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ 1.6 ആണ് മൂണിലുള്ളത്. 100 ആണ് ഹൈറ്റ്. mgh 280320 ജൂൾ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ സെയിം വിക്രം മോഡ്യൂൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് 100 meter ഫ്രം എർത്ത് സർഫസ്. ഈ സെയിം സിറ്റുവേഷൻ മൂണിന് പകരം എർത്ത് ആയിരുന്നു എങ്കിൽ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ എനർജി? കാൽക്കുലേറ്റ് ചെയ്യാം. ഡേറ്റ എല്ലാം സെയിം. ജി മാത്രമാണ് എർത്തിലും മൂണിലും വ്യത്യാസമുള്ളത്. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഓൺ എർത്ത് ഈ P2 is equal to mgh. ഇതിൽ ജിയുടെ സ്ഥലത്ത് 1.6 പകരം നമ്മൾ 10 ആണ് എടുക്കണേ. ഇവിടെ 10 എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. 9.8 അല്ല 10 എടുത്തോളൂ എന്ന് പറയുമ്പോൾ ഈസി കാൽക്കുലേഷനാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1752000 ജൂൾ. ഇതാണ് എർത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഈ ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ മോഡ്യൂളിന്. ക്വസ്റ്റ്യൻ: ഒരു അയാളുടെ വെയിറ്റ് 80 kg ആണ്. അയാൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് 170 kg ആണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ വെയിറ്റ്. അയാൾ ഒരു ഫ്ലാറ്റിൻ്റെ ഔട്ടർ വോൾ പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ ഒരു മോട്ടോർ ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇയാളെയും ആ പ്ലാറ്റ്ഫോമിനെയും ഉയർത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ആ മോട്ടോർ ചെയ്ത വർക്കിൻ്റെ എമൗണ്ട് 150 ജൂളാണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഹൈറ്റ് എത്രയാണ്, ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ അയാൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതാം. അയാളുടെ വെയിറ്റ് 80 gram ആണ്. പ്ലാറ്റ്ഫോമിൻ്റെ വെയിറ്റ് 170 ആണ്. ഇത് രണ്ടും കൂടിയാണ് ആ ക്രെയിൻ ഉപയോഗിച്ചിട്ട് പൊക്കി നിർത്തണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ മാസ് കണക്കാക്കണമെങ്കിൽ സം ചെയ്യുക. 80 + 170 250 kg ആണ്. ജി തന്നിട്ടുണ്ട് 10. നമുക്ക് വർക്കും തന്നിട്ടുണ്ട് 150 kJ. അപ്പോൾ നമ്മൾ ജൂളിലേക്ക് ആക്കണം. 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും ജൂളാണ്. ദെൻ വർക്കിൻ്റെ ഇക്വേഷൻ ഹൈറ്റിലേക്ക് ഉയർത്തുമ്പോൾ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വർക്ക് mgh ആണ്. അതിൽ നിന്ന് h എത്രയാണ്? W/mg. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. W തന്നിട്ടുണ്ട്, എമ്മും ജിയും അറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60 meter ആണ് അയാളുടെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്തിലുള്ള അയാളുടെ ഹൈറ്റ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ലോറി 2 കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിൻ്റെയും വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇത് 20, ഇത് 25. ലോറിയുടേത് 25 m/s ആണ് വെലോസിറ്റി. ഈ കാറുകൾ രണ്ടും സെയിം മാസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിൽ ദ കൈനറ്റിക് എനർജി ഓഫ് ബോത്ത് ദ കാർസ് ബി ദ സെയിം? ഈ 2 കാറുകളും ഒരേ മാസ്സാണ്. അപ്പോൾ അവരുടെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ നോ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv² ആണ്. ഇവിടെ മാസ് മാത്രമാണ് 2 കാറുകളുടെ സെയിം ഉള്ളൂ. വെലോസിറ്റി ഇവിടെ 20ഉം ഇവിടെ 25 ആണ്. വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. നോ, കൈനറ്റിക് എനർജീസ് ഓഫ് ദ കാർ വിൽ ബി ഡിഫറെൻറ്റ് ആസ് ദർ വെലോസിറ്റീസ് ആർ ഡിഫറെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലോറി ആൻഡ് ദ കാർ ഇൻ ദ ഫ്രണ്ട് സെയിം? വൈ? ഈ
കാറിൻ്റെയും ഈ ലോറിയുടെയും വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആയിരിക്കുമോ? അല്ല. സെയിം വേയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കൈനറ്റിക് എനർജി 12 mv² ആണ്. ഇവിടെ വെലോസിറ്റി മാത്രമാണ് സെയിം ഉള്ളത്, മാസ് രണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. കൈനറ്റിക് എനർജീസ് ഓഫ് ദ ലോറി ആൻഡ് ദ ഫസ്റ്റ് കാർ വിൽ ബി ഡിഫറെൻറ്റ് ആസ് ദർ മാസസ് ആർ ഡിഫറെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ കാർ അറ്റ് ദ ബാക്ക് ഇഫ് ദ മാസ് ഈസ് 1800 കിലോഗ്രാം. സെക്കൻഡ് കാറിന് 1800 കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ കാറിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഈ കേസ് ഈക്വൽ ടു 12 mv². മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി 20 ആണ്, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 12 mv² കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 360,000 ജൂളാണ് അതിൻ്റെ സെക്കൻഡ് കാറിൻ്റെ കൈനറ്റിക് എനർജി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരു ബോൾ അത് മേളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഓരോ സ്റ്റേജിലും അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ആയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യം ചോദിച്ചിരിക്കുന്ന നോക്കാം. നമുക്ക് ഈ കേസിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിഷ്യൽ പൊസിഷനിൽ മൂവിങ് അല്ല, സ്റ്റേഷനറി ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഒന്നുമില്ല, വെലോസിറ്റി 0 ആണ്. താഴേക്ക് വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞു വരുവാണ്, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുകയാണ് വരുന്നത്. ആക്സിലറേഷൻ്റെ പുള്ള് താഴേക്കാണല്ലോ, അപ്പോൾ താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരും, അതായത് കൈനറ്റിക് എനർജി കൂടി വരും. മേളിലേക്ക് ആയിരിക്കുന്ന ഈ ഇനിഷ്യൽ പൊസിഷനിൽ വെലോസിറ്റിയേ ഇല്ല, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ABC ഏത് സ്റ്റേജ് ആയാലും ആ സ്റ്റേജിൽ അതിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും. ചിലപ്പോൾ കൈനറ്റിക് എനർജി കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിരിക്കും, പക്ഷേ ടോട്ടൽ എനർജി എപ്പോഴും എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അത്ര അടിസ്ഥാനത്തിൽ നമുക്കിത് ഫില്ല് ചെയ്യാം. വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് എയിൽ വെലോസിറ്റി 0 ആണ്, അപ്പോൾ ടോട്ടൽ എനർജി എത്രയുണ്ടോ അത് ഫുള്ള് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കണം. കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജിയാണ് ബാക്കിയുള്ള എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് അറ്റ് എ എന്ന് നമ്മളെ കണ്ടുപിടിക്കണേ. നമ്മൾ ബിയിൽ നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുമല്ലോ. 12 + 8 20 കിട്ടി. അപ്പോൾ ടോട്ടൽ എനർജി 20 ആണ് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ആ 20 ആയിരിക്കണം ഈ ലെവലിലും വേണം. പൊട്ടൻഷ്യൽ എനർജി 20 ആയിരിക്കണമല്ലോ, കൈനറ്റിക് എനർജി 0 ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 20. വാട്ട് ഈസ് എ ടോട്ടൽ എനർജി? ഇത് രണ്ട് സം ചെയ്യുമ്പോൾ 20. വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് സിയിലാകുമ്പോൾ കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കണേ. സിയിലാകുമ്പോൾ ഹൈറ്റ് 0 ആണ്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി 0 ആയിരിക്കണം. അപ്പോൾ ടോട്ടലുള്ള 20 ജൂള് ഫുള്ളി കൈനറ്റിക് എനർജി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ 20 ജൂളാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി 0, ഹൈറ്റ് എന്തായാലും 0 ആയത് കാരണം. ദെൻ വാട്ട് ഈസ് എ ടോട്ടൽ എനർജി? 20. സിയിലും ടോട്ടൽ എനർജി 20 മെയിൻറ്റെയിൻ ചെയ്തു. വാട്ട് ചേഞ്ച് ഇൻ ദസ് എനർജി ഹാസ് ടേക്കൺ പ്ലേസ് ആസ് എ ബോൾ ഫോൾസ്? ബോൾ താഴേക്ക് വരുമ്പോൾ അതിലുള്ള ഉണ്ടാകുന്ന എനർജി ചേഞ്ചസിനെ വിശദീകരിക്കുക. ആസ് ദ ബോൾ ഫോൾസ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ് ആസ് ദ ഹൈറ്റ് ഡിക്രീസസ്. പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് വരുമ്പോൾ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, കാരണം ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി കൈനറ്റിക് എനർജി കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ, കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം. ദെൻ അപ്പോൺ റീച്ചിങ് ദ ഗ്രൗണ്ട് എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്സ് ഇറ്റ് ഇൻ ടു കൈനറ്റിക് എനർജി. താഴേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇനിഷ്യൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി ഫുള്ള് കൈനറ്റിക് എനർജിയായി മാറി. അറ്റ് എനി പോയിന്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത് രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മ് എപ്പോഴും ടോട്ടൽ എനർജി അത് മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ ലെവലിലും നമ്മൾ കണ്ടല്ലോ 20 ആണ്. ഒരു ലെവലിലെ എനർജിയുടെ സ്പ്ലിറ്റ് നോക്കിയാൽ ടോട്ടൽ എനർജി നമുക്ക് 20 ആണെന്ന് തന്നെ കണ്ടു. Question. Using a conveyor belt that transport construction materials to the top of a building, 5 sacks of cement of mass 50 kilogram. 5 ചാക്ക് സിമെൻറ്റ് ഓരോന്നിൻ്റെ വെയിറ്റും 50 കിലോഗ്രാം ആണ്. അത്രയും മാസ് നമുക്ക് കൊണ്ടുപോകേണ്ടത് ഹൈറ്റ് എത്രയാണ്? 8 മീറ്റർ ഹൈറ്റിലേക്ക് ഒരു 16 സെക്കൻഡ് ടൈമിലാണ് എത്തിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ മോട്ടർ ഓഫ് ദ കൺവെയർ ബെൽറ്റ്. ജിയും തന്നിട്ടുണ്ട്. നമുക്ക് പവറാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എടുത്തെഴുതാം. മാസ് 5 × 50 വേണം, ബിക്കോസ് 5 സാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ചാക്കുകളുണ്ട്, അപ്പോൾ ഒരു ചാക്കിൻ്റെതാണ് 50. അപ്പോൾ 5 × 50 ആണ് ടോട്ടൽ മാസ്. ഹൈറ്റ് h മീറ്റർ, ടൈം 16 സെക്കൻഡ്. ജി തന്നിട്ടുണ്ട്, ഉപയോഗിക്കാൻ നമുക്ക് 10 എടുക്കാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം.
വർക്ക് എന്ന് വെച്ചാൽ mgh, ഹൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ mghൻ്റെ ഫോമുല. വർക്ക് ബൈ ടൈം mgh ബൈ ടൈം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് അറിയാം, gh അറിയാം. 1250 വാട്ടാണ് പവർ. The power of the motor of the conveyor belt is 1250 watt. Question. ബാബു ആൻഡ് രാജു രണ്ടുപേരും ഒരു 15 മീറ്റർ ടോളുള്ള ബിൽഡിങ്ങിൻ്റെ മേലേക്ക് കൺസ്ട്രക്ഷൻ്റെ മെറ്റീരിയൽ എത്തിച്ചു. അപ്പോൾ അവരുടെ ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്. എത്ര വെയിറ്റ് കൊണ്ടുപോയി, എത്ര സമയത്തിലാണ് കൊണ്ടുപോയത്, ഡീറ്റെയിൽസൊക്കെ ഈ ടേബിളിലുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഹൂ ഡിഡ് മോർ വർക്ക്. ഇവർ രണ്ടുപേരിലും ആരാണ് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് ഡൺ ബൈ ബാബു. വർക്ക് ഡൺ ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും വർക്ക് ഡൺ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് നമുക്കിവിടെ വെയിറ്റ് അല്ല, മാസ് അല്ല തന്നിരിക്കുന്നത്, വെയിറ്റ് ആണ്. അപ്പോൾ ആ ഫോഴ്സ് mg എന്നുള്ളത് ഓൾറെഡി ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അതാണ് നമുക്ക് 600 ന്യൂട്ടൺ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ ഇവിടെ ഇരിക്കണം. ഇത് മാസ് അല്ല, mg അല്ല, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 600 ഇൻറ്റു 15 9000 ജൂൾ. വർക്ക് ഡൺ ബൈ രാജു, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 400 ഇൻറ്റു 15. രണ്ട് കേസിലും 15 മീറ്റർ ആണ് ഹൈറ്റ്. അപ്പോൾ 6000. അപ്പോൾ ആരാണ് മോർ വർക്ക് ചെയ്തിരിക്കുന്നത്? 9000 ജൂൾ വർക്ക് ചെയ്ത ബാബു ആണ് മോർ വർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാബു ഹാസ് മോർ പവർ, വിൽ യു അഗ്രി, വൈ? കൂടുതൽ വർക്ക് ചെയ്ത് ബാബു ആണ്, പക്ഷേ പവർ കൂടുതൽ ബാബുവിനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എഗ്രി ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. പവർ ഓഫ് ബാബു W ബൈ ടൈം. വർക്ക് 9000 ആണ്, ടൈം ബാബുവിൻ്റെ 300. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30 വാട്ട് കിട്ടി. പവർ ഓഫ് രാജു, വർക്ക് 6000ഉം ടൈം 200ഉം ആണ്. 6000 ബൈ 200 30 കിട്ടി. അപ്പോൾ നോ, പവർ ഇസ് ദ സെയിം ഫോർ ബോത്ത് ബാബു ആൻഡ് രാജു. രണ്ടുപേരുടെയും 30 വാട്ടാണ് പവർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോ. ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ഫോഴ്സ് വൈ ആക്സിസിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആക്സിസിൽ. ഈ ഗ്രാഫിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എക്സേർട്ടഡ് എത്രയാണ്? 6 ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദിസ് ഗ്രാഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം 0.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ വർക്ക് ഡൺ യൂസിങ് എ ഗ്രാഫ്? ഗ്രാഫ് ഉപയോഗിച്ചിട്ട് വർക്ക് ഡൺ കണക്കാക്കാനായിട്ട് വല്ല വഴിയുണ്ടോ എന്നാണ്. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. ഒരു ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അതായത് ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ കണക്കാക്കി നോക്കൂ, അത് നമ്മുടെ വർക്ക് ഡൺ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ. നമുക്ക് ആദ്യം നോക്കാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് 6ഉം ഡിസ്പ്ലേസ്മെൻറ്റ് 0.4 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.4 ജൂൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടി. ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കൂ. ഏരിയ അണ്ടർ എന്ന് വെച്ചാൽ ഈ ഏരിയ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. 6ഉം 2.4ഉം ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് OA/OB, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തപ്പോൾ 6 ഇൻറ്റു 0.4, അതും ആൻസർ കിട്ടി 2.4. സെയിം അല്ലേ? വർക്ക് ഡൺ സെയിം. അതായത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. അപ്പോൾ ഒരു ഗ്രാഫ് വന്നാൽ അതിൻ്റെ ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെയിം ആണ്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. ചില കേസിൽ ഇപ്പോൾ ഇൻക്രീസ് ആയിട്ട് ഫോഴ്സ് ടൈം കൂടുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഇത് ഫോഴ്സ് ഒരു ലീനിയറായിട്ട് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിലും ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് എന്തായാലും വർക്ക് ഡൺ തരും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിലുള്ള ഈ ഗ്രാഫിൻ്റെ ഈ ഏരിയ ഇതൊരു ട്രയാങ്കുലർ ഫോമിലാണ്. ഈ കേസിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണക്കാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ഡണ്ണിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിലെ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് വർക്ക് ഡണ്ണിന് ഈക്വലായിട്ട് വരുന്നത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി അറിയിക്കുക. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.